സഖാക്കളെ, വയലാറും പുന്നപ്പുരയും കയ്യൂരും കരിവള്ളൂരും തുടങ്ങി ഒട്ടേറെ ധീരവിപ്ലവ സമരങ്ങൾക്കും സായുധ കലാപങ്ങൾക്കും ചോരയും ജീവനും ബലിയർപ്പിച്ച് നിശ്ചയദാർഢ്യത്തോടെ വിപ്ലവമുഖങ്ങളെ നേരിടേണ്ടി വന്നിട്ടുള്ള ചമ്പ്രയുടെ പാരമ്പര്യം സധൈര്യം ആത്മാവിന്റെ ശക്തിയും കരുത്തുമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നു തന്നെ വിപ്ലവാത്മകമായ ഒരു മിന്നലാക്രമണത്തിന് നാം തയ്യാറാവണം. സഖാവ് വയലാർ മാധവേട്ടന്റെ അറിയിപ്പ് പ്രകാരം നാം എല്ലാവരും ചേർന്ന് പൊന്നുരുത്തിയിലേക്ക് ചെറു സംഘങ്ങളായി മാർച്ച് ചെയ്യുന്നു. പൊന്നുരുത്തിയിലെ മനുഷ്യജീവനും സ്വത്തിനും പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ കലാപ നടപടികളെന്ന് സഖാവ് മാധവേട്ടന്റെ പ്രത്യേക നിർദ്ദേശവുമുണ്ട്. ഈ ആക്രമണം മദ്യലോബിക്കെതിരായിട്ടാണ്. പൊന്നുരുത്തി അടക്കി വാഴുന്ന വാണിയംകുളം വിഷുവിനെതിരെ. എന്താ വാടാ നോക്കി നിൽക്കുന്നേ? ഒന്ന് വേഗാവട്ടെ. ചന്തേന്ന് ദിവസവും ലോഡ് കയറ്റുന്നുണ്ട്. കൃഷിക്കാരൻ കാശ് ചോദിച്ചാൽ വിഷമുതലാളിയുടെ കയ്യിൽ കാശില്ല. ഇത് എവിടുത്തെ കച്ചവട തങ്കച്ചായ? കാശ് ഉണ്ടാകുമ്പോ തരും. പോടാ. വാണിയംകുളം വിഷം ഞങ്ങളെ കൊണ്ട് അധികം തിന്നുകയില്ല. എന്തോ ആ പറഞ്ഞതിന്റെ പൊരുള് മനസ്സിലായില്ല. നീ എന്താ ലോഡ് മുംബൈയിലേക്ക് അയക്കാൻ പോണോ? പോടാ. എന്താടാ വിശ്വേട്ടോ, ചന്തയില് പുതിയ മുതലാളി വന്നേക്കണ്. മൈക്കിള് മുതലാളി. മുതലാളിയാ? ഒരു അമ്മയുടെ ഒരു മുതലാളി. മൈക്കിള് മാത്രമല്ല, പൈനാപ്പിൾ കൃഷിക്കാർ മുഴുവനും മുതലാളിമാരാവും. കൃഷിക്കാരുടെ സഹകരണ സംഘം വരുന്നുണ്ട്. സഖാവ് വയലാർ മാധവന്റെ നേതൃത്വത്തിലാ. ഓ, സഖാവ് വയലാർ മാധവൻ, തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ പുതിയ അപ്പസ്തോലൻ. ഇനി വയലാർ മാധവന്റെ പേര് വാണിംകുളം മിഷന്റെ മാർക്കറ്റ് കേട്ടാൻ പോടാ. പോടാ, പോയി വണവണ നോക്കണ. പോടാ. പ്രശ്നം, രൂക്ഷമായ പ്രശ്നം. എന്താണ്? ഞാൻ നിമിഷം തുടങ്ങിയ ഓട്ടമാ ഞാൻ. ഇവിടെ ഇങ്ങനെ കൈതച്ചക്കയും പറക്കി അരി വറുത്തോണ്ട് നിന്നോ. വായിക്കേ. വായിക്കണം. ഏറ്റുമാനൂരും വാണിഭം. അതല്ല കൊച്ചുമുതലാളി, ഇത് വായിക്കും. വയലാർ മാധവന് ഉജ്ജ്വല വിജയം. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ വയലാർ മാധവൻ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് വിജയശീലാളിതനായി. ദേഷ്യം പത്രത്തിനോട് വേണ്ട മുതലാളി. ആകെ 25 കോപ്പിയായി. പൊന്നുരുത്തിയിലെ വിശ്വന്റെ വാറ്റ് കേന്ദ്രത്തിൽ മാധവിറക്കി കളിക്കുന്ന ചീട്ടിന് മറിഞ്ഞിട്ടിറക്കി വെട്ടും വിശ്വൻ. കൈവിട്ട കളിയിൽ വാണിയംകുളം വിശ്വൻ രണ്ടാമനല്ലടാ, ഒന്നാമൻ. നാളത്തെ ഹിന്ദുസ്ഥാൻ പത്രത്തിൽ നീ വേണം. പൊന്നുരുത്തിയിൽ വയലാർ മാധവന്റെ ഗുണ്ടാവിളയാട്ടം. വയലാർ മാധവന്റെ ഗുണ്ടാവിളയാട്ടം. കോളനിയിലെ സന്ദർശകൻ, തെക്കുംകൂർ കൊട്ടാരത്തിലെ ജാനസന്തതി ഈമേനി ഭരതനെ വെച്ച് വിശ്വനൊരു കളി കളിക്കും. എടാ, 25 ചുവന്നെടുപ്പ് വിശ്വം തയ്പ്പിക്കുവടാ, തയ്പ്പിക്കും. സമരം സിന്ദാബാദ്. വയലാർ മാധവൻ സിന്ദാബാദ്. സിന്ദാബാദ്.
ഇവിടെ നിന്നുള്ള നീളം എടുക്ക്. വലിച്ചുപിടി. എന്തിനാണോ എന്റെ ഫോട്ടോ എടുക്കുന്നത്? ആ കത്തിയ കുടിലിന്റെ ഫോട്ടോ എടുക്ക്. എല്ലാ കുടിലുകളുടെയും ഡീറ്റെയിൽസ് എഴുതണം. അടി കൂട്ടും. 7 അടി 6. നിങ്ങളാണോ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്? സാറേ, ഞങ്ങളുടെ എല്ലാം നശിച്ചു. ഈ കൊല്ലാക്കൊല ചെയ്തവരെ വെറുതെ വിടരുന്നൊരു അപേക്ഷയുണ്ട്. ഞങ്ങളുടെ പിള്ളേരെ പട്ടിയെ തല്ലും പോലെ തല്ലി ചാച്ചത്. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. വേണ്ടോ ചെയ്യാം. ഇക്ബാൽ സർ, ഇവരൊക്കെ പറഞ്ഞോട്. കണ്ടില്ല സർ, ഈ പാവങ്ങളുടെ കൂടും കുടുക്കയൊക്കെ കത്തിക്കരിഞ്ഞ് കിടക്കുന്നത്. ഇക്ബാലിന് അല്പം മനസാക്ഷി കൂടുതലാണെന്ന് തോന്നുന്നു. ശരിയാണ് സർ. കോഴിക്കോട് വലിയങ്ങാടിയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ നടന്ന വർഗീയ ലഹള സാർ മറന്നിട്ടുണ്ടാവില്ല. അന്ന് എന്റെ ബാപ്പയെ കുത്തി മലർത്തുന്നത് കണ്ടു നിന്നവനാണ് സാർ ഞാൻ. മിസ്റ്റർ ഇക്ബാലിന് ആരെയൊക്കെയാണ് സംശയം? ഐ മീൻ, ഹൂ ഈസ് ദി പേഴ്സൺ ബിഹൈൻഡ് ദിസ് ഫെറോഷ്യസ് കലാമിറ്റീസ്? എന്തുദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ആക്രമണം അഴിച്ചുവിട്ടത്? ആൻസർ ഈസ് സിമ്പിൾ ആൻഡ് ക്ലിയർ സർ. പേഴ്സണൽ ഗെയിൻ. ഇനിയും അറിയേണ്ടത് ആരുടേതാണെന്നല്ലേ? വാണിയംകുളം വിശ്വ. സ്റ്റോപ്പ് യുവർ റബ്ബിഷ്. കാക്കിയിട്ട് അഭിനിവേശക്കാരന്റെ പ്രൊബേഷണൽ പീരീഡിലുള്ള വിഡ്ഢിത്തം നിറഞ്ഞ അന്വേഷണ റിപ്പോർട്ട് അല്ല സർ. ഐ എം ഷുവർ വാട്ട് ഐ സെഡ് ഇസ് ദ ട്രൂത്ത്. ദാറ്റ് നാസ്റ്റി ഫെല്ലോ ഈസ് ബിഹൈൻഡ് ഓൾ ദീസ് കലാമിറ്റീസ്. നോ നോ മിസ്റ്റർ ഇക്ബാൽ, ഞാൻ സമ്മതിക്കില്ല. സാർ സമ്മതിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. സർ, മുസ്ലിങ്ങളെ ഈ ഗവൺമെന്റും കഴിഞ്ഞകാല ഗവൺമെന്റും വെറും പ്രീണനങ്ങൾ കൊണ്ട് ഒതുക്കിയായിരുന്ന ഒരു ആരോപണം താങ്കൾ ഉയർത്താൻ എന്താ കാരണം? എടോ, കാട്ടിൽ കിടക്കുന്ന കാട്ടാനെ നമ്മുടെ സർക്കാർ പിടിച്ച് മെരുക്ക് നാട്ടിക്കൊണ്ടുവന്ന് കുട്ടിശങ്കരെന്നും കുമാരെന്നും പേരിട്ടപ്പോ ഒരു ഒറ്റ ആനക്കെങ്കിലും മജീദെന്നോ മൈദനെന്നോ പേരിട്ടോ? ഇതൊരു കാരണം. ഇതുപോലെ വേറെയുണ്ട് കാരണങ്ങൾ. പക്ഷെ അതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. ആ, താനഞ്ഞു വന്നേ. ഐസ്ക്രീം പാറിലെ വാണിഭക്കഥയിൽ ഈ മമ്മാലിക്കുട്ടിയെ നായകനാക്കി താനൊരു 3-4 പേജ് എഴുതിയല്ലോ. ആരെ പ്രീണിപ്പിക്കാനായിരുന്നു ഇതൊക്കെ? തിരുവനന്തപുരത്ത് പത്രാധിപരോട് പറഞ്ഞേരെ, അയാൾ വിചാരിച്ച എന്നെ ഒരു ചുക്കും ചെയ്യാനില്ലെന്ന്. ജേക്കബിന്റെ പക്കൽ വ്യക്തമായ റെക്കോർഡ്സ് ഉണ്ടെന്നാണല്ലോ പറയുന്നത്. കൂത്താട്ടുകുളത്തെ തറവാട്ട് വീട്ടിലും തിരുവനന്തപുരത്ത് സ്വന്തം മന്ദിരത്തിലും ഇൻകം ടാക്സുകാർ പോയി നിരങ്ങിയിട്ട് എന്നാ കിട്ടിയടോ? മീൻ മേടിച്ചതിന്റെയും പച്ചക്കറി വാങ്ങിയതിന്റെയും ഡീസൽ വാങ്ങിയതിന്റെയും കുറച്ച് ബില്ലുകൾ. അവന്റെയൊക്കെ ഒരു തെളിവ് തേങ്ങാ കൊല. പൊന്നിരുത്തിയിലെ കലാപത്തെക്കുറിച്ച് എന്ത് നിലപാടാണ് സാറിന്റേത്? സഖാവ് വയലാർ മാധവനെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യണം. വാണിയംകുളം മിഷനാണ് സംഭവങ്ങളുടെ പിന്നിലെ സൂത്രധാരൻ എന്നൊരു ആരോപണം ഉണ്ടല്ലോ. മഹാത്മാഗാന്ധിക്ക് എതിരായിട്ട് പോലും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടായ നാടായത്. പിന്നെ ആ വാണിയംകുളം മിഷൻ. സ്വന്തം നിയോജക മണ്ഡലത്തിൽ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു ലഹളയുണ്ടായിട്ടും ഇതേവരെ സംഭവ സ്ഥലം സാർ സന്ദർശിച്ചിട്ടില്ല. വിശ്വനുമായുള്ള സാറിന്റെ അണ്ടർ കണക്ഷൻസ് മറ്റൊരു പകൽ സത്യവും. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ വിശ്വനെ സംരക്ഷിക്കേണ്ട ചുമതല സാറിനൊരു ബാധ്യതയാണെന്ന് വ്യക്തമായില്ലേ? പിടിച്ചു മാറ്റവരെ. സാർ, ഒരു മിനിറ്റ്. അങ്ങേപ്പോലുള്ള ജനനായകന്മാരുടെ തിരുവായിൽ നിന്ന് വീഴുന്ന ദൈവതുല്യമായ വാക്കുകൾ സാധാരണ ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത ഇവർക്കില്ലേ സാർ? കുറച്ചുകൂടെ മാന്യമായിട്ട് പെരുമാറണം. ഉപദേശം ഒന്നും വേണ്ട, പറയുന്ന അനുസരിച്ചാൽ മതി. സോറി സാർ, ഞാൻ ഈ പത്രക്കാരെ പിടിച്ച് പുറത്താക്കിയിട്ട് വേണം നാളത്തെ പത്രത്തിൽ ഇവന്മാർക്ക് വെണ്ടക്കാൻ നിർത്താൻ.
SI മുഹമ്മദ് ഇക്ബാൽ പത്രക്കാരെ മർദ്ദിച്ചു, അവരുടെ ക്യാമറ തല്ലിപ്പൊളിച്ചു എന്നൊക്കെ. പിന്നെ മുകളിൽ നിന്ന് അന്വേഷണ വിധേയ സസ്പെൻഷൻ, കുണ്ടാമണ്ടി, കോപ്പ്. എന്തിനാ സാറേ വെറുതെ വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് ഞാൻ? ഇഡിയോട്ടിക് ആൻഡ് ഇറസ്പോൺസിബിൾ സർവൻസ്, നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. വാണിയംകുളം മിഷന്റെ എത്ര പേർ ചേർന്ന് നിന്നെ ആക്രമിച്ചത്? പറയാൻ എത്ര പേരുണ്ടായിരുന്നു? ആരുമില്ലായിരുന്നു. പിന്നെ പിന്നെ ആരാ? ഒരാൾ. ആരാണവൻ? ആരാണവൻ? പറയാൻ. ഭരതൻ. കൊച്ചിന് കൊച്ചിന്റെ കച്ചവടക്കട കാച്ചിലും ചേനയും എല്ലാം ഒരു കട ഈച്ചര പച്ചര എന്ന് വിളിക്കുന്ന നീലാണ്ടം ഗോവിന്ദ. മരുന്നെന്ന മുണ്ട ഇത് ചങ്ങനാശ്ശേരിയിലെ ഒന്നും സംഭവിക്കരുത് റബ്ബേ. ഭരത, എവിടെ അവൻ? ഭരത, എടാ ഭരത. എന്താ വേണ്ടത്? നിന്നെ ഞങ്ങൾക്ക് വേണ്ടത്. ഓഹോ, വേണ്ട വെറുതെ ഒന്ന് ചുമ്മാ നിരടാ. ഗഫൂറിന്റെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ സഖാവ് വയലാർ മാധവൻ പറഞ്ഞു വിട്ടാകും നിന്നെയൊക്കെ. അല്ലടാ, നിന്നോടൊന്നും മുട്ടാൻ ഞാൻ തയ്യാറല്ല, താല്പര്യമില്ല. പോയി വിളിച്ചോണ്ട് വാടാ മാധവനെ. ഓടാ, ഓടാ. പള്ളിപ്പാടാ വേണ്ട, നിന്നെ കണ്ടോളാം. ചോര തിളയ്ക്കുന്ന മാധവൻ സഖാവ് വരട്ടെ, എന്നിട്ടാവാം. തരികടത്തോ എന്താ മണി നോക്കി നിൽക്കും, ഇങ്ങോട്ട് വന്നേ ചോദിക്കാം. കഷ്ടം. ഇനി എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. അവനൊന്ന് തുമ്മിയപ്പോ വീറും വാശിയൊക്കെ തണുത്തുറഞ്ഞ് ശരീരം ആ സകല ആലല പോലെ വിറച്ചുപോയല്ലേ. മാധവൻ അവനെ കാണും.
ചുവട് പിഴച്ചല്ലോ മോളൂട്ടിയെ. അതങ്ങനെയല്ല. ഹോ, എനിക്ക് ഈ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്ന സാമാനം കാണുന്നതും കേൾക്കുന്നതും വെറുപ്പാ എന്നാവും കുട്ടി വിചാരിക്കുക. എന്നാ സത്യം അതല്ല. ഞാനും ഒരു എളിയ ആസ്വാദനാണേ. അതല്ല ചോദിച്ചത്, നിങ്ങൾ ആരാന്നാ? അത് കണ്ടിട്ട് മനസ്സിലായില്ലേ? കണ്ണും മൂക്കും മജ്ജയും മാംസമൊക്കെ ഉള്ളൊരു മനുഷ്യനാണെന്ന്. ഇവക്ക് കണ്ണും കാണത്തില്ലേ? കഷ്ടം. ഇവളോ? ഇയാൾ എന്നെ മടി കിടത്തി വളർത്തിയത്? മടി കിടത്തിയാ കൊള്ളാവുന്നുണ്ട്. സമ്മതിക്കുവോ? ഇയാള് മര്യാദക്കിറങ്ങി പോകുന്നുണ്ടോ അതോ? മര്യാദക്കിറങ്ങി പോയില്ലേ? നിന്നെ പൊക്കിയെടുത്തുണ്ടോ? ഒന്ന് അടങ്ങടി പെണ്ണേ. മോളിങ് വന്നേ. മോൾ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 10ാം ക്ലാസ്സിൽ. കൊള്ളാം. വെറുതെ ഇരിക്കുമ്പോ ചേച്ചിക്ക് ഷാജഹാന്റെയും മുംതാസിന്റെയും കഥ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ആ മോളോ? 5ാം ക്ലാസ്സിൽ. ആ ചേച്ചിയെ പോലെ മൂക്കത്ത് ചുണ്ടിക്കാരിയാവരുത്. രണ്ടാളകത്ത് പോകുന്നുണ്ടോ? ആ അങ്കിള് പേര് ചോദിക്കാൻ മറന്നു. ഞാൻ വനജ, ഇത് ഗിരിജ. ആ പോകാനല്ലേ പറഞ്ഞത്? അപ്പൊ നമ്മുടെ പേര്? അപ്പനും ഇല്ല, പേര് അമ്മയ്ക്കും ഇല്ല. ഇയാൾക്കൊന്ന് പോയി തന്നൂടെ? ആ പോകാലോ. അതിനു മുമ്പ് ചെറിയൊരു ചടങ്ങുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് വിട്ടോളാം. ഉമ്മറത്തെ കിണ്ടിയിൽ എന്തിനാ വെള്ളം വെച്ചിരിക്കുന്ന അറിയില്ലേ? അറിയാലോ. ഇതുപോലെ കാലാപ്പാനി കഴിക്കുകയും ചെയ്യാം, ഐശ്വര്യമായി കാല് കഴി ഉമ്മറത്തേക്ക് കയറുകയും ചെയ്യാം. ഇയാൾക്ക് സാമാന്യ ബോധം പോലും ഇല്ലല്ലോ. ഇത് ഞാൻ എങ്ങനെ സഹിക്കും? ആ പിന്നെ അച്ഛൻ നമ്പൂരിപ്പാട് വരും പറയണം ഭരതൻ വന്നിരുന്നു. ആര് വന്നിരുന്നു? ഭരതൻ വന്നിരുന്നു. ഇനിയും വരാ. കള്ളിന്റെയും കള്ളച്ചാരായത്തിന്റെയും കേരളത്തിലെ മൊത്തവിൽപ്പനക്കാരൻ, അപകടകാരിയായ കൊലയാളി, ആ കാക്കിയിട്ട ഞാഞ്ഞൂലുണ്ടല്ലോ, മുഹമ്മദ് ഇക്ബാൽ. എഫ്ഐആറിൽ തനിക്കിട്ടിരിക്കുന്ന വിശേഷണങ്ങളായതൊക്കെ. ഒന്ന് പോണോ അവിടുന്ന്. ആ പൊന്നി നായിന്റെ മോനെ കൊന്നു കൊലപിടിച്ച് താത്തിക്കളയും ഞാൻ. നാഗവടംപാലത്തിന് അടിയില്ലേ. എടോ, തനിക്കറിയാവോ 14ാമത്തെ വയസ്സിൽ കോട്ടയം ബസ് സ്റ്റാൻഡിൽ പോക്കറ്റ് അടിച്ചും യദുകുലങ്ങളെ കൂട്ടിക്കൊടുത്തും കൂലിത്തല്ല് കൊണ്ടും കൊടുത്തും വളർന്നവനായി ഈ വിശ്വൻ. പിന്നെ മീൻകൊട്ട ചുമന്ന് കിടന്ന് കച്ചവടം തുടങ്ങി ചോര വിയർപ്പാക്കി വിശ്വൻ പടുത്തുയർത്തിരിക്കുന്ന ഈ സാമ്രാജ്യത്തിൽ സാക്ഷാൽ വയലാർ മാധവനടക്കം ആരെങ്കിലും ഒരു പോർലേൽപ്പിച്ചാൽ പൊറുക്കില്ല വിശ്വൻ. ഒന്ന് കൊലവിളിക്കും ഞാൻ. താനൊന്ന് ക്ഷോഭിക്കാതെടോ. ഇക്ബാൽ എഴുതിയാലൊന്നും സംഭവിക്കില്ല. എഫ്ഐആർ കത്തിച്ച് കളഞ്ഞില്ലടോ. പൊന്നുരുത്തി സംഭവത്തിലെ ക്രിമിനൽ ലിസ്റ്റിൽ 1ാം പ്രതി വയലാർ മാധവൻ തന്നെയാ. ഞാൻ ഇന്ന് ഹിന്ദുസ്ഥാൻ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഒരു 6 കോളം ആ മാധവനെ കബൂറാക്കി. എടോ, താൻ വെറും ശശിധരൻ പിള്ളയല്ല, ഹിന്ദുസ്ഥാൻ ശക്തിധരൻ പിള്ളയാ. തന്റെ പേനാത്തുമ്പിൽ നിന്ന് ഒഴുകുന്നത് ശക്തിയുടെ മുത്ത. സാക്ഷാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേഴ്സ് റൂമിൽ വരെ. പേഴ്സ് റൂമല്ല, പേഴ്സണൽ റൂം. എവിടെ ആയിക്കോട്ടെ, അവിടെ പോലും ഇടിച്ചു കയറാനുള്ള ശക്തി ശശിധരൻ പിള്ളയുടെ ഈ ഹിന്ദുസ്ഥാൻ പത്രത്തിനുണ്ട്. ആ മതി മതി മതി. താൻ ഓരോന്ന് ഒഴിക്കോ, ഒന്ന് ഉഷാറാവട്ടെ. ഇതല്ലടോ, പൊന്നുരുത്തി പൊന്നൊഴിയടോ. കോച്ചിനേക്കാണ് വീര്യം അന്തസ് അവനല്ലയോ. പൊന്നുരുത്തി വാറ്റ്. അതിന് താൻ മോന്നണ്ട. ഞാൻ അവിടെ തന്തയ്ക്ക് പറയും കേട്ടോ. മുതലാളി ധൈര്യമായിട്ട് നേതാവിന്റെ ബാപ്പാക്ക് പറ. ഏതെങ്കിലും ഒരു മൂക്ക് തുമ്മിയാലല്ലേ മൊമ്മാലിക്ക് ബാപ്പനെ തിരിച്ചറിയാനാവൂ. ഒരുമാതിരി പോക്കർത്തം പറഞ്ഞാലുണ്ടല്ലോ. തന്തയില്ലായ്മയും തലവഴി ഇയാളുടെ കൂടപ്പുറപ്പാ. അല്ലേല് ചുവന്ന കുപ്പായം ഇട്ട് നാൽക്കവലയില് ചായക്ക് കാപ്പിക്കാൻ വേണ്ടി വിപ്ലവം പറഞ്ഞു നടന്ന താൻ 100ന്റെ നോട്ട് കണ്ടപ്പോ കമ്മ്യൂണിസം ചുരുട്ടി അങ്ങ് മറ്റെടുത്ത് വെച്ചിട്ട് കോൺഗ്രസിന്റെ പുറകെ നായിന്റെ പോലെ അല്ലടാ താൻ. ആ ഭരതനെ കുറിച്ച് കുറെ സ്പാർക്കുകൾ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഒന്നും പൂർണ്ണമല്ല. ഇയാൾക്ക് കിട്ടിയ സ്പെല്ലിംഗ് പറ. അത് വെച്ചൊരു 4 കോളം. തെക്കങ്കൂർ കൊട്ടാരത്തിലെ ഏതോ ഒരു തമ്പുരാട്ടിയുടെ ജാരസന്ധതി. എ ഫിജിറ്റീവ് ടൈപ്പ്. ആരെയും വകവയ്ക്കാത്ത ഒരു സ്വഭാവം. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ കൃപാകടാക്ഷം എന്നൊക്കെ പറയുന്നത് ഇതിനൊക്കെ ആണോടോ വിശ്വൻ? പൊന്നുരുത്തിയിലെ മണ്ണിൽ വീണ ചോര വെറും ഒരു സഖാവിന്റെ അല്ല, പിന്നെ ഉടപ്പിറന്നവനെ പോലെ ജീവന് തുല്യം സ്നേഹിച്ച ഒരുത്തന്നെയാ. അതിന്റെ പ്രതികാരാഗ്നി അണയണമെങ്കിൽ ഭരതന്റെ ചോര തന്നെ വീഴണം. യു ആർ അബ്സല്യൂട്ട്ലി കറക്റ്റ്.
അങ്ക അവർ തമ്മിലാവട്ടെ. മാധവനും ഭരതനും അങ്കത്തട്ടിൽ ഒരാൾ ചത്തു മലർന്നിട്ട് മതി നമ്മുടെ രംഗപ്രവേശം. എവിടെയോ ഒരു കൊലക്കത്തി ഒരുക്കിയിരിക്കുന്നു എനിക്ക് വേണ്ടി. ചങ്കൂറ്റത്തോടെ നേരിടാൻ ഭയമില്ല. പിണ്ടം വെക്കാൻ പോലും അവകാശികളില്ലാത്ത ഞാൻ ആരെ ഭയപ്പെടണം? ഗഫൂറിന്റെ ചോരയ്ക്ക് പകരം മാധവൻ സഖാവിന്റെ പ്രസ്ഥാനത്തിന് ഭരതന്റെ ചോര. യുദ്ധത്തിൽ ഒരാൾ വീഴും. നിന്റെ കരളുറപ്പ് ഞാൻ അറിയുന്നു. ധീരനാണ് നീ. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റ്, അറിയാതെ ചെയ്യുന്ന അബദ്ധം. അബദ്ധം പറ്റിയ മാപ്പിന് അർഹതയുണ്ട്. പശ്ചാത്തപിക്കാനുള്ള കഴിവ് മനസ്സുകൊണ്ട് നേടിയാൽ മതി. നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ഓരോ തുള്ളിച്ചോരയിൽ നിന്നും 1000 വിപ്ലവ സഖാക്കളെ സൃഷ്ടിച്ചെടുത്ത പ്രസ്ഥാനത്തോട് കൂറും കൂട്ടായ്മയും സ്ഥാപിക്കാൻ തയ്യാറാണെങ്കിൽ കൈകോർത്ത്. എന്താണോ? മുതലാളിയാത്തില്ലേ? അകത്തുണ്ട്. എടോ മുണ്ടെടുത്തോണ്ട് പോടോ. എന്താടാ? മുതലാളിക്ക് BP അറ്റാക്ക് ഒന്നും ഇല്ലല്ലോ? കാര്യം പറയണ. ആ മാധവനും ഭരതനും ദോസ്തുക്കളായി. വെറും ദോസ്തുക്കളല്ല, കമ്മ്യൂണിസ്റ്റ് ദോസ്തുക്കൾ. എടാ തങ്കച്ചാ, എന്താ വെച്ചോട്ടാ? അമ്മമാരെ കുട്ടിയെ വിളിക്കേ. 5th ഫോമിൽ പഠിക്കുമ്പോഴാ ആദ്യമായിട്ട് സഖാവ് P. കൃഷ്ണയുടെ പ്രസംഗം കേൾക്കാനിടയായത്. സഖാവിന്റെ വാക്കുകൾ ചോരയിൽ വിപ്ലവത്തിന്റെ പുത്തൻ ഉണർവ് നൽകി. അങ്ങനെ വീട്ടുകാരറിയാതെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങി. ഒരിക്കൽ അച്ഛനോട് ആരോ പറഞ്ഞു കൊടുത്ത് ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്ന്. അന്ന് പുളിങ്കമ്പ് വെട്ടി സുന്ദരമായിട്ട് അടിച്ചു. 500 അടി വരെ ഞാൻ എണ്ണി. ആ രാത്രി വീട് വിട്ടു. പിന്നീട് പ്രസ്ഥാനത്തിന് സജീവ പ്രവർത്തനായി. അതോടെ അച്ഛനെന്നെ പടിയടച്ച് പിണ്ണം വെച്ചു. പിന്നീട് ഒരിക്കലും വീട്ടിലേക്ക് പോയിട്ടില്ലേ? പോയിട്ടുണ്ട് ഒരു തവണ. എന്റെ കൊച്ചു പെങ്ങള് മരിച്ച ദിവസം. കാണാൻ അച്ഛൻ സമ്മതിച്ചില്ല. പിടിച്ചു പുറത്താക്കി. 2ാം വട്ടവും പടിയടച്ചു. ഈയിടെയായിട്ട് മാധവേട്ടന് ആളൊരു രസികന സരസനൊക്കെ ആയിട്ടുണ്ട്. അതിന്റെ ക്രെഡിറ്റ് ഭരതന് കേട്ടോ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട കേട്ടോ. വരതാ തന്നെ കുറിച്ച് പറയരുതായിരുന്നാവാ. അതങ്ങനെ പോ. വാടോ. ശിവ ശിവ, വേണ്ടായിരുന്നു. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ ബ്രാഹ്മണ്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു ശുദ്ധ ബ്രാഹ്മണനാ ഞാൻ. മദ്യപാനം ബ്രാഹ്മണർക്ക് നിഷിദ്ധ. പിന്നെ ശുദ്ധമായ സസ്യാഹാര ഇവിടെ എല്ലാവർക്കും ശീലവും. ഇവനും നല്ല ഒന്നാന്തരം വെയിറ്റേറിന തിരുമേനി. ധാന്യങ്ങളുടെയും പഴങ്ങളുടെയും സത്ത്. എന്നാലും ഇത് ഇവിടെ വെച്ച് വേണ്ടായിരുന്നു. അച്ഛാ, ക്ഷേത്രത്തിൽ പോയില്ലേലും ദേവദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്നവരെ തൊഴുതാലും കിട്ടും പുണ്യം. ഇത്തിരി പൂവും പ്രസാദം തരുവാവോ? ദേ വെറുതെ ഇവിടെ ഇങ്ങനെ തേച്ചു പിടിപ്പിക്കാൻ ഒരു സ്റ്റൈലിനെ. ശുണ്ടി മൂക്കത്താണല്ലോ, ശരിയാവൂല. അയ്യോ, അവിടെ പറഞ്ഞതല്ലേ ഇവിടെ പറഞ്ഞതാണേ. അകത്ത് കള്ള്, നെറ്റിയിൽ ചന്ദനം. നല്ല കോമ്പിനേഷൻ അല്ല മോളെ? അപ്പൊ തിരുമേനി ഞാൻ ഇറങ്ങുക. തമ്പുരാനെ, അറിയാതെ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? തിരുമേനി തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ തെറ്റ്. ഞാൻ തന്നെ വലിയൊരു തെറ്റല്ലേ ലക്ഷ്മിബായി തമ്പുരാട്ടി ചെയ്തു കൂട്ടിയ വലിയൊരു തെറ്റ്.
എന്താടി എന്ത് തോന്നിയാസം കാണിക്കാനുള്ള സ്ഥലമല്ലേ ഇതെന്ന് അച്ഛൻ അയാളുടെ മുഖത്ത് നോക്കി പറയായിരുന്നില്ലേ? മോളെ, അച്ഛന് പറയാൻ ന്യായീകരണങ്ങൾ ഉണ്ടാവും. തെക്കങ്കൂർ കൊട്ടാരത്തോടുള്ള വിധേയത്വത്തിന്റെ പഴങ്കഥകൾ കേട്ട് കേട്ട് മടുത്തു. ഇപ്പൊ ചെടിച്ചും തുടങ്ങി. അച്ഛാ, ഞങ്ങൾ 3 പെൺമക്കളെ വിചാരിച്ചെങ്കിലും അച്ഛൻ അത് പറയേണ്ടതായിരുന്നു. കഴുകു ദൃഷ്ടിയുള്ള അയാളുടെ ഒരു നോട്ടം. എന്റെ മക്കളെ ഓർത്ത ഒരു വാക്കും അയാളോട് അച്ഛൻ മറുത്ത് പറയാതിരുന്നത്. ഭരതനെ എനിക്കറിയാം. ഉള്ളിൽ പക ഉണർന്നാലേ നിങ്ങളിൽ ഒന്നിനെയും കൊണ്ട് അവന് പടിയിറങ്ങൂ. അസുര ജന്മ. അവിടെ പറഞ്ഞതല്ല, ഇവിടെ പറഞ്ഞതാണേ. തിരിച്ചു പറയാൻ നാവ് ഉയർത്തിയതാ ഞാൻ. അയാൾ വെട്ടി ആശുപത്രി കൊണ്ടിട്ടിരിക്കുന്ന ഗഫൂറെ ചത്തൂന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم. ഉമ്മ, ഇതാരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ. ആരും ഇല്ലാന്ന് വിചാരിക്കണ്ട. ഞാനും വിഷമൊക്കെ ഇല്ലേ? ഗഫൂറിന്റെ മയ്യത്താണ് സത്യം. കബറടക്കം വരെയുള്ള എല്ലാ ചെലവുകളും ഞാൻ ഏറ്റിരിക്കുന്നു. ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നറിയിച്ചേക്കെ. സഖാവ് വരുന്നുണ്ട്. വേണ്ട സഖാവേ, ഗഫൂറിന്റെ മയ്യത്തിന്റെ മുകളിൽ ചുവന്ന തുണി പുതപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. ഈ കൂടി നിൽക്കുന്നവരും സമ്മതിക്കൂല സഖാവേ. പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ മാധവൻ സഖാവിന്? കൂടെ കൊണ്ടുകിടന്ന് കമ്മ്യൂണിസ്റ്റ് ഓതി ഓതി ഗഫൂറിനെ വഴിവിഴപ്പിച്ചു. എന്നിട്ട് ഏതോ ഒരു പാർട്ടി കൊണ്ടേ കൊണ്ട് വെട്ടിക്കൊന്ന് ആ മയ്യത്ത് കൊണ്ട് കിടത്തിയിരിക്കാം കുഴിച്ചുകൂടാൻ. ഞങ്ങളുടെ ഗഫൂറിന്റെ ഉമ്മയ്ക്കും ബീവിക്കും 4 വയസ്സ് തികയാത്ത കുഞ്ഞിനും നിങ്ങൾ ചെയ്തു കൊടുത്ത സഹായങ്ങൾ ധാരാളം മതി സഖാവേ. മനസ്സിലായില്ല. ഗഫൂറിനെ രക്തസാക്ഷിയാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നാണവും മാനവും അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങി പോണോ എവിടെ നിന്ന്? രാഘവ, അരുത്. പ്രതികരിക്കാനുള്ള വേദിയല്ലിത്. മമ്മാലിക്കുട്ടി, മയ്യത്ത് വെച്ച് ദിക്കറി ചൊല്ലിയും ഖുറാൻ വായിച്ചും മരണ വീട്ടി വോട്ട് പിടിക്കേണ്ട ഗതികേട് ഞങ്ങളുടെ പാർട്ടിക്കില്ല. നിനക്കും ഇയാൾക്കും ഗഫൂർ വിശ്വസിച്ച പ്രസ്ഥാനത്തിന്റെ മഹനീയത മനസ്സിലാവില്ല. രക്തസാക്ഷികളെ പാർട്ടി ഉണ്ടാക്കിയെടുക്കല്ല, സ്വയം ഉണ്ടാകുകയാണ്. ആ ധീര സഖാക്കളെ പ്രസ്ഥാനമെന്നും അംഗീകരിച്ചിട്ടേ ഉള്ളൂ, ആദരിച്ചിട്ടേ ഉള്ളൂ. വിശ്വനും മമ്മാലിയും ഈ മയ്യത്തിന് അവകാശം സ്ഥാപിച്ചെടുക്കാൻ നടത്തുന്ന തന്ത്രമുണ്ടല്ലോ, നെറികെട്ട രാഷ്ട്രീയക്കാരന്റെ കുതന്ത്രം, അതല്ല ഞങ്ങളുടേത്. ഗഫൂറിന്റെ ശരീരത്തില് ഈ ചെങ്കൊടി പുതപ്പിച്ചിട്ട് വയലാർ മാധവനി പടിയിറങ്ങും. ലാൽ സലാം സഖാവേ.
ഭരത വാ. അതൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. വണ്ടി കയറാ. എന്താ പേര്? ഭരതൻ. വീട്ടുപേര്? തെക്കുംകൂർ പാലസ്. അമ്മയുടെ പേര്? ലക്ഷ്മി ഭായ്. തന്തയുടെയോ? കുഞ്ഞാമ്പു, ചീമേനി കുഞ്ഞാമ്പു. അയാള് തന്നെയാണ് നിന്റെ തന്തയെന്ന് എന്താണ് ഇത്ര ഉറപ്പ്? നിയമം പഠിക്കാൻ കൽക്കത്തയിലേക്ക് പോയ തെക്കുംകൂർ പാലസിലെ തമ്പുരാട്ടി പഠിച്ചത് മാർക്സിസവും ലെനിനിസവും. ചുവന്ന മണ്ണിൽ നിന്നും തിരിച്ചെത്തിയ തമ്പുരാട്ടി അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് വേട്ടയാടുന്ന സഖാക്കൾക്കായി സ്വന്തം കിടപ്പറവാതിൽ തുറന്നുകൊടുത്തു. ചോരത്തിളപ്പുള്ള സഖാക്കളെ കൂടെ കടത്തി വിപ്ലവത്തിന്റെ വിത്തുപാകി. തമ്പുരാട്ടിയുടെ കിടപ്പറ പകർത്ത സഖാക്കളിൽ ഒരാൾ മാത്രം, ചീമേനി കുഞ്ഞാമ്പു. അയാളാണ് തന്ത എന്നൊരു വിശ്വാസം. തള്ള പറഞ്ഞു തന്ന തന്ത അല്ലടാ. ആ തന്തയുടെ കോളത്തില് തന്തയ്ക്ക് പിറക്കാത്തവൻ എന്നെഴുതി. ചത്തിട്ടില്ല, ജീവൻ ബാക്കി വച്ചിട്ടുണ്ട്. കേസൊന്നും ചാർജ് ചെയ്തിട്ടില്ല. സഖാവിന് വേണമെങ്കിലേ ചുമന്നോട്ട് വയ്ക്കോ. വണ്ടി എടുത്ത് വരണം. മാറ്റും. പറയാനുള്ളത് പറഞ്ഞിട്ട്. ഉടുമ്പിന്റെ ചോര കുടിച്ച് വളർന്നവനാടാ ഭരതൻ. കാക്കിയിട്ടവന്മാർ ഒഴിഞ്ഞാലും പിഴിഞ്ഞാലും ഒന്നും കേക്കില്ല. നീ എന്നോട് കളിച്ച കളിയുണ്ടല്ലോ, ലോൺ എടുത്ത കളിയാ. ഓർമ്മിച്ചോ നീ? മുതലും പലിശയടക്കം നിനക്ക് ഞാൻ തിരിച്ചു തരും. അതാ ഭരതന്റെ ഒരു സ്റ്റൈല്.
ജന്മസിദ്ധിയുണ്ട് നിനക്ക്. മനോധർമ്മം അസലായിരിക്കുന്നു. മനോധർമ്മത്തിനെ ഭരതനൊട്ടും പറയില്ലല്ലോ. ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ മോനല്ലേ? ലക്ഷ്മിഭായിയുടെ മകനല്ലല്ലോ, ജാരസന്തതി. ഭരതന്റെ തന്ത കുഞ്ഞാമ്പു, ചീമേനി കുഞ്ഞാമ്പു. ഫു! കക്കയം ക്യാമ്പിലിട്ട് പോലീസ് തല്ലിപ്പഴിപ്പിച്ചു. 2.5 കൊല്ലം ചോര ചുമച്ചു തുപ്പി ചത്തുന്നാ കേട്ടത്. അല്ലായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും വിചാരിക്കാതാ. ഒന്നില്ലെങ്കിൽ അച്ഛനല്ലേ? അച്ഛൻ വിപ്ലവത്തോട് ഭ്രമം തോന്നിയ തമ്പുരാട്ടിക്ക് വയറ്റിലുണ്ടാക്കിയാൽ മാത്രം പോരായിരുന്നു. വിളിച്ചിറക്കി 4 ആളുടെ മുമ്പിൽ വെച്ച് ഒരു മാലയിടാനുള്ള ചങ്കൂറ്റം കാണിക്കണമായിരുന്നു. അല്ലാണ്ട് എന്റെ അമ്മ അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ടാ. ആഹാ, കൃഷ്ണുണ്ണി മാഷോ? അതേടോ, ഞാൻ തന്നെ. വിലാസം പറഞ്ഞ് വീടന്വേഷിച്ചപ്പോ ജംഗ്ഷനുള്ളവർ പറഞ്ഞു തെമ്മാടിയും താന്തോന്നിയുമായ ഭരതന്റെ വീരകഥകള്. ഉള്ളിൽ ഒരേ ഒരു ആഗ്രഹം, ഗുരുവിനേക്കാളും വളർന്ന പ്രിയ ശിഷ്യനെ ഒന്ന് കാണുക. മൃദംഗം വായന ജീവിതോപാധിയാക്കിയ ഈ ഗുരുവിന് അറിയാത്തത് അഭ്യസിക്കാൻ നീ തഞ്ചാവൂർക്ക് യാത്ര തിരിച്ചപ്പോ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. തുകൽ വാദ്യങ്ങളുടെ തമ്പുരാനാകട്ടെ. തഞ്ചാവൂർക്ക് പോയില്ല, ഈ മണ്ണിലേക്ക് തന്നെ പോന്നു. അവസാനം തീരുമാനിച്ചു അമ്മയുടെ ഓർമ്മയുമായി ഇവിടെ തന്നെ ജീവിച്ചു മരിക്കാവുന്നു. കർമ്മഫലം അരുതാത്തൊന്നും ചെയ്യിക്കരുതെന്ന് ഉള്ളുരുക്കി പ്രാർത്ഥിക്കാ കുട്ടിയെ. ആയടോ, മനസ്സിന് ശാന്തത കൈവരിക്കാൻ മൃദംഗം വായനയ്ക്ക് കഴിയും. സംശയിക്കണ്ട. താനവിടെ ഇരിക്കുക, താനവിടെ ഇരിക്കുക. ഇരിക്കണോ? അത് നീ തരിക. ഈശ്വര, ആ വായിക്ക. വായിക്കണോ? സിദ്ധി നശിക്കില്ല കുട്ടിയെ. സാധകമേ നിനക്ക് കുറഞ്ഞിട്ടുള്ളൂ. ശ്രമിക്കുക. ആ താകദേവി താകജേണു, 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 താകദേവി താകജേണു. എന്താ ഭരത, വായിച്ച് അവസാനിപ്പിക്കുക. എനിക്ക് ഈ ജന്മത്തിൽ ഞാൻ ഇനി ഇത് കൈകൊണ്ട് തൊട്ടാൽ ഗുരുനിന്ദയാവും. ചെയ്ത അപരാധങ്ങളെ കുറിച്ച് ബോധമുണ്ട് എനിക്ക്. അടുത്ത ജന്മത്തിലെങ്കിലും മോക്ഷം കിട്ടാൻ എന്നെ അനുഗ്രഹിക്കണം. നിർത്താൻ. നാട്യശാസ്ത്രത്തിന്റെ ബാലപാഠങ്ങളെങ്കിലും അറിയാമായിരുന്നെങ്കിൽ നിനക്ക് ചൂട് പഴക്കില്ല. നിനക്ക് പിഴച്ചു ഒന്നല്ല പല തവണ. നീ കാണിക്കുന്നതിന് ഭരതനാട്യം എന്നല്ല പറയുന്നത്, ഒരുമാതിരി തരികട ഡാൻസ്. എടി, നീ കാട്ടിക്കൂട്ടുന്ന നൃത്തത്തെ ഉണ്ടല്ലോ, ഞാനൊന്നും പറയുന്നില്ല. എന്താടി നോക്കി പേടിപ്പിക്കുന്നേ? ദേവഗാന്ധാരി രാഗത്തിൽ ഗജേന്ദ്ര മോക്ഷം അഭിനയിക്കുമ്പോൾ ആനയുടെ ചൂടുവയ്പ്പിനും മുതലയുടെ ചലനങ്ങൾക്കും പകരം എന്തേലും ഇങ്ങനെ കാണിച്ചാൽ മതിയോ? യഥോ ഹസ്ത തഥോ ദൃഷ്ടി.
യഥോ ദൃഷ്ടി തതോ മന, യഥോ മന തതോ ഭാവ, യഥോ ഭാവ തതോ രസ. തലേ കയറിയോ? ഉരുട്ടി എറിയുമ്പോലല്ല, സാധകം വേണം, സാധകം. ആദ്യം അഹങ്കാരം കൊണ്ട് കളയണം, എന്നാലും നന്നാവും. ഒരു നർത്തകിക്ക് വേണ്ട 10 ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോടി ഉണ്ടക്കണ്ണി. ജീവസ്ഥിരത്വം രേഖാച, ഭ്രമരീ ദൃഷ്ടി ആശ്രമ, മേധാശ്രദ്ധ വജോഗീത, പാത്രപ്രാണദശസ്മൃതം. എന്ന് വെച്ചാല് ജീവ വേഗത ഉണ്ടായിരിക്കണം, സ്ഥിരത്വം സ്ഥിരതയുണ്ടായിരിക്കണം, രേഖ ആകൃതി ശരീരഘടന, ഭ്രമരി ചുറ്റുവാനുള്ള കഴിവ്, ദൃഷ്ടി കണ്ണ് നന്നായിരിക്കണം, ശ്രദ്ധ ശ്രദ്ധ തന്നെ, വജോ വാക്സ്ഫുടത പല്ലി കരിയും പോലെ ആവരുതെന്ന്, ഗീതം പാടാനുള്ള കഴിവ്, അമറരുതെന്ന്. നിനക്കിതിൽ എന്തൊക്കെ ഗുണമുണ്ടെന്നും ഇല്ലെന്നും അറിയാൻ നീ തന്നെ സ്വയം അങ്ങ് തീരുമാനിക്കും. നന്നാവണമെന്നുണ്ടെങ്കിൽ കേട്ടോടി കൊരങ്ങി. ഇവൻ ആരാണെന്ന ഭാവം? ആ പെങ്കൊച്ചായോണ്ട് കർണക്കുട്ടിക്കൊണ്ട് കൊടുത്തില്ല, ഒരെണ്ണം അങ്ങോട്ട് വെക്കുന്നുണ്ടല്ലോ. ഈ പ്രായത്തിൽ ആർക്കാ ചാവല്യം തോന്നാത്തത്? ഇനി ഇങ്ങനൊന്നും ആവർത്തിക്കില്ല. ആ തിരുമേനി പാർട്ടി ആഫീസിൽ കയറി വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കേട്ടപ്പോ തൊലി ഉരിഞ്ഞു പോയി. ഇതൊക്കെയാണോ ചാബല്യം? തരവഴി എന്നതിന്റെ പേര്, തരവഴി. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിലുള്ള നിപ്പും മട്ടുമൊക്കെ ഉണ്ടാവട്ടല്ലോ. ഇതുപോലൊരു ശുദ്ധൻ ഈ ലോകത്തിൽ ഇല്ലെന്ന് തോന്നും. കയ്യിലിരിപ്പോ വെറും നെമ്മാടിത്തരം. മതി മതി, ഞാൻ ഇറങ്ങാം. അങ്ങനെ ഇറങ്ങിയാൽ എങ്ങനാ? നിനക്കിഷ്ടമുള്ള ചെമ്മീൻ ചമ്മന്തി ഉണ്ട്, കൊടമ്പുളി ഇട്ട് വെച്ച മീൻകറിയും ഉണ്ട്. അത് ആരാ കഴിക്കാ? ഈ രാത്രി ഇവിടുന്ന് ആരും എങ്ങും പോകുന്നില്ല, ഊണുവർക്കൊക്കെ ഇവിടെ തന്നെ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. സഖാവ് ഗഫൂറിന്റെ കുടുംബ പ്രശ്നം പാർട്ടി തലത്തിലൊന്ന് ചർച്ച ചെയ്യണം. പാർട്ടിക്കാര്യം പാർട്ടി ആഫീസിൽ. വാ ഭരത. കാർന്നവരെ മനസ്സിലായില്ലല്ലോ. പഴയ ഒരു സഖാവ, കേട്ടിട്ടുണ്ടാവും. പൂപ്പള്ളി രാഘവൻ എന്ന പേര്. ഓ, സഖാവാണല്ലേ. വയലാർ പുന്നപ്ര വിപ്ലവങ്ങളിലൊക്കെ തന്നെ തന്നെ. അന്ന് പോലീസുകാര് തല്ലിച്ചതച്ചതിന്റെ ഹേമദണ്ഡ. ഇടിയും തൊഴിയും ഏറ്റതല്ലാതെ ഗുണമൊന്നും ഉണ്ടായില്ല അല്ലേ? പാവം. വല്ല MLA മന്ത്രിയൊക്കെ ആയിക്കൂടായിരുന്നോ? ഹരിതാത്തത് പറയല്ലേ സാറേ. എതിരാളികൾക്കൊക്കെ എന്താ പറഞ്ഞു നടക്കാനാവാത്തെ? പോലീസുകാർക്ക് ഇപ്പോഴും മനസാക്ഷി ഇല്ലാന്നുണ്ടോ? എടോ കാർന്നൂരെ, സഖാവാണെന്ന് ഞാൻ നോക്കില്ല. പോലീസുകാരെ മാറ്റാതൊക്കെ പറഞ്ഞാണ്ടല്ലോ ഇടിച്ചതിന്റെ. പല്ലും പരണ്ടയില്ലാത്ത കുറെ സഖാക്കൾ ഇറങ്ങിയിരിക്കണം. പഴയ വിപ്ലവ കഥയും പറഞ്ഞു. രാഘവേട്ടാ, ഒന്ന് തെന്നി വീണു. കണ്ണട ഉണ്ടെങ്കിലും കാഴ്ച കുറവാണ്. ഗിലാവ് വിളിച്ച കയ്യ കരുത്തുണ്ട്, വേദനെടുക്കും. താക്കിയിടുന്നത് അല്ലടോ, അതിനുള്ളിലെ മനുഷ്യത്വമാണ് വലുത്. ഇതുപോലെ പുഴുക്കത്തുള്ള കുറെ ഉണ്ട് നിങ്ങളുടെ സേനയില്. ഞാനത് ശരിയാക്കി തരാം. ബലം പിടിക്കണ്ട, ഇത് സഖാ. അതൊക്കെ മനസ്സിലായടോ? സഖാവേ, എന്താണോ നിവേദനത്തില്? നിവേദനമല്ല സാർ, സഖാവ് മാധവേട്ടൻ തന്നയിച്ച കത്താണ്. ഇത് സഖാവ് ഗഫൂറിന്റെ വിധവ. വേണ്ടത് ചെയ്യാൻ ശ്രമിക്കാം. ശ്രമിച്ചാൽ പോരാ, നടപടി ഉണ്ടാവണം, അതും വൈകാതെ. എന്റെ കൽപ്പനയാണോ? അല്ല സാർ, അർഹിക്കുന്ന അവകാശം നേടിയെടുക്കാനുള്ള തീവ്രമായൊരു ശ്രമം. എന്റെ പേരെന്താ? ഭരതൻ. ഭരതാ, ഉന്നുരുത്തിയില് ഗഫൂർ ഒരു രക്തസാക്ഷി മണ്ഡപം പണിയണം. അതിനുള്ള പണം സ്വരൂപിക്കാൻ ബക്കറ്റ് പുരുവോ ഹുണ്ടിയ പുരുവോ എന്താ വെച്ചാ ചെയ്യാൻ ഇയാൾ സഖാവ് മാധവനോട് പറയണം. കൊള്ളാം സഖാവേ, രക്തസാക്ഷി മണ്ഡപങ്ങൾ പടുത്തുയർത്തി പാർട്ടിയുടെ ആധിപത്യം ഉറപ്പിക്കാമെന്നുള്ള അങ്ങയുടെ ചിന്ത തെറ്റാണ്. ഇജ്ജന്ന പ്രസ്ഥാനത്തിന്റെ പൾസ് പഠിപ്പിക്കണ്ട. ഈ പറഞ്ഞ അണികളുടെ ഇടയിൽ കൂടെ തോളോട് തോൾ ചേർന്ന് നടന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഒരുപാട്. ഉണ്ടാവാം,
സഹനകഥകൾ നിഷേധിക്കുന്നില്ല. പാടത്തും പറമ്പിലും തൊഴിൽ സ്ഥലങ്ങളിലും ഇൻകുലാബ് വിളിക്കുന്നവന്റെ ആശയ അഭിലാഷങ്ങളും തിരിച്ചറിയാനുള്ള മനസാക്ഷി ഉണ്ടാവണം സഖാവേ. മാർക്സിനെയോ എംഗൽസിനെയോ വായിച്ചറിഞ്ഞിട്ടോ അനുഭവിച്ചറിഞ്ഞിട്ടോ അല്ലല്ലോ കേരളത്തിലെ ഇല്ലായ്മക്കാർ ചെങ്കളുടെ കീഴിൽ അണിനിരുന്നിട്ടുള്ളത്. നിങ്ങളെപ്പോലുള്ള ഈശ്വര തുല്യരായ സഖാക്കളെ വിശ്വസിച്ചിട്ടാണ്. അണികളുടെ വിശ്വാസത്തിന്റെ നൂലിലപ്പാടുന്ന് പൊട്ടിയാൽ സഖാവ് ഗഫൂറിന്റെ മകനടക്കമുള്ള ഈ തലമുറ വഴിമാറി ചിന്തിച്ചാൽ സാക്ഷാൽ വലിയമ്പ്രാം വിചാരിച്ചാൽ പോലും തടയാനാവില്ല സഖാവേ, ഉറപ്പ്. കൊള്ളാലോടോ എന്റെ വിമർശനം. ഈ ചങ്കൂറ്റം നഷ്ടപ്പെടുത്തരുത്. ഇയാളുടെ കണ്ണുകളും ശബ്ദവും ഓർമ്മയിൽ എവിടെയോ തെക്കൻകൂർ കൊട്ടാരത്തിലെ ലക്ഷ്മിഭായി തമ്പരാട്ടിയുടെ സഖാവ് രാഘവേട്ടൊന്നും മറന്നിട്ടില്ല. ഇന്നും എന്റെ ഓർമ്മയിലുണ്ട്. ലക്ഷ്മിഭായി തമ്പരാട്ടിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ 5 മുഴം തുണിയുമായി തെക്കുംകൂർ കൊട്ടാരത്തിന്റെ പടി കടന്നു വന്ന സഖാവുള്ളവരെയും കൂടെ സഖാവ് രാഘവേട്ടനുണ്ടായിരുന്നു. അന്ന് എന്റെ സമീപത്ത് വന്നു നിന്ന് തലയിൽ കൈവച്ച് കണ്ണീര് തുടച്ചു. എന്നിട്ടൊരു വാഗ്ദാനം, പ്രസ്ഥാനം കൂടെയുണ്ട്. ഒന്നും മറന്നിട്ടില്ല സഖാവേ. ചോരയിൽ അമ്മ തമ്പുരാട്ടിയുടെ വിപ്ലവം കലർന്നുപോയി. പ്രസ്ഥാനത്തെ തള്ളിപ്പറയാനോ മുഖം തിരിച്ചു പിടിക്കാനോ എനിക്കാവില്ല. ലക്ഷ്മിഭായി തമ്പുരാട്ടിയുടെ 5 വയസ്സുകാരൻ മകനോട് പാലിക്കാൻ കഴിയാതെ പോയ കാരുണ്യം ഗഫൂറിന്റെ മകനോടെങ്കിലും കാണിക്കണം സഖാവേ. കൊള്ളാം. ഭരതന്റെ വികാരം എനിക്ക് മനസ്സിലാവും. അന്നെപ്പോലുള്ളവരെയാണ് പാർട്ടിക്ക് വേണ്ടത്. ഈ 10-20 വർഷത്തിനിടയിൽ ഞാൻ സമ്പാദിച്ചത് എന്താണെന്ന് അറിയോ എനക്ക്? യശോദ വിപ്ലവത്തിന്റെ 3 വിത്തുകളും. ഞാൻ ഇന്ന് മരിച്ചാൽ എന്റെ ശവശരീരത്തിൽ പുതപ്പിക്കാനുള്ള 5 മുഴം തുണിക്ക് പോലും പാർട്ടിയുടെ ഔദാര്യം തേടേണ്ടി വരും. വീടിയുണ്ടോ സഖാവി ഒന്നെടുക്കാൻ? വായിലൊരു നാക്കും ഉറപ്പുള്ള ചങ്കും ഉണ്ടെന്ന് വെച്ച് ആരോട് എന്തും അങ്ങ് പറയാന്നാണോ വിചാരം? അപ്പോഴത്തെ ഒരു സന്ദർഭത്തില് പ്രതികരിക്കാൻ കണ്ട സമയവും സന്ദർഭവും തലകാല ബോധം ഇല്ലാണ്ട് സഖാവ് നേരിട്ട് ഫോൺ വിളിച്ചപ്പോ ഞാൻ എന്താ പറയാ? ഫോൺ താഴെ വെച്ച് 2 തൊടി തരാനാവോന്ന് താൻ തോന്നി. ആ വായി തോന്നൊക്കെ വിളിച്ചുകൊണ്ട് നിന്ന് ചിരിക്കുക. രണ്ടാളും ചണ്ടോടി കഴിഞ്ഞോ? ഇപ്പൊ എന്താ ഉണ്ടായേ? ചോദിച്ചോക്ക്, പറഞ്ഞാലും വീരകഥകള്. വലിയ വീരനായനാണെന്നല്ലേ ഭാവം? സംശയമുണ്ടോ മാധവട്ടനെ? ആൺകുട്ടികളാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ, ചുണ വേണം. കഴിഞ്ഞിട്ട് ഗുരുവായൂരെ നിവേദ്യ ഭരതന്റെ പേരിൽ ഞാൻ നേർന്നിരുന്നതാ. നല്ല നടപ്പനായിരിക്കും. ഇവനെ നന്നാക്കാൻ ഗുരുവായൂരപ്പൻ ശ്രമിച്ചാൽ അങ്ങേര് നശിക്കും. കളിയാക്കണ്ട മാധവട്ടാ, വന്നിക്കണ്ട, നിന്ദിക്കാതിരുന്നാ മതി. ആട്ടെ, ആ റംലയുടെ കാര്യത്തിൽ CM-ന്റെ നിലപാട് എന്താണ് സഖാവേ? അവിടെ ഒരു ആരോഗ്യ പരിപാലന കേന്ദ്രം തുടങ്ങാമെന്നും അവളെ അവിടെ മിഡ്വൈഫായിട്ട് നിയമിക്കാമെന്നും സമ്മതിച്ചിട്ടുണ്ട്. പൊന്നുരുത്തിയിലെ ദുർദിനങ്ങൾ അവസാനിക്കുന്നു അല്ലേ സഖാവേ? അതെ, പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം നിറവേറ്റപ്പെടുന്നു. സംഭവത്തിന് ശേഷം ഒരു മെഡിക്കൽ ചെക്കപ്പിന് വിധേയനായപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഒരച്ഛനാകാനുള്ള കഴിവ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. തന്റെ സാമീപ്യം കൊണ്ട് കൂടുതൽ സന്തോഷം പാർവതിക്കാണോ? അമ്പലവും പൂജാമുറിയുമായി ജീവിതം ഹോമിച്ചിരുന്ന അവള് ഇന്നൊരമ്മയായതുപോലെ. അത് കണ്ടപ്പോ എന്റെ ഉള്ളിൽ തോന്നി പിതൃതുല്യമായ ഒരു വികാരം. ഒരു മകന്റെ സ്ഥാനം ഞങ്ങൾക്ക് തീരെ തരാൻ സമ്മതമാണോ തനിക്ക്? എന്റെ പെറ്റമ്മയിൽ നിന്ന് മാതൃത്വം എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ. പാർവതിയെടുത്തി എനിക്ക് അമ്മയെ പോലെ.
പിന്നെ പിതൃത്വം. തന്തയില്ലാത്തവൻ, അതാണ് എന്റെ ഓമന പേര്. കുഞ്ഞാമ്പു ജീവിച്ചിരുന്നെങ്കിൽ കുത്തി മലർത്തുമായിരുന്നു ഞാൻ. ഞാൻ നിന്റെ ആരുമല്ലേ? എന്റെ മാധവേട്ടൻ, സഖാവ് മാധവൻ. തന്തയുടെ സ്ഥാനത്ത് കാണാൻ എനിക്കാവില്ല. വേണ്ട, നിന്റെ ഉള്ളിൽ ഞാൻ കാണുന്നുണ്ട്. മതി, അത് മതി. എന്താണ് നിർത്തിയ? കള്ളു കുടിച്ചാൽ മനുഷ്യന് തലയ്ക്ക് പിടിക്കും. എന്നാ വട്ട് പിടിക്കുന്ന ആദ്യമായിട്ട് എനിക്ക് വട്ടാടാ, വട്ട്. സന്തോഷം കൊണ്ടുള്ള വട്ട്. എന്റെ ദിവസമാണ് ഇന്ന്. ദിവസമാണെങ്കിലും ആഴ്ചയായാലും കാര്യം എന്താന്ന് വെച്ചാൽ എന്നോട് പറ. എന്റെ സ്വകാര്യം ചെണ്ട കൊട്ടി നാട്ടുകാരോട് പറയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോടാ? ഉണ്ടോന്ന്? ആ, എന്താടാ ഞാൻ ഇങ്ങനെയായി പോയത്? ഇങ്ങനെയൊക്കെ ആയിപ്പോയെന്ന് പറഞ്ഞാൽ മതില്ലേ. അനുഭവങ്ങളാടോ പിന്നെ ശീലങ്ങളാവുന്നത്. മനസ്സിലായോടാ നിനക്ക്? ആ, പറഞ്ഞാ മതി. നേത്യാരം എവിടെ പോയിട്ട് വരുന്ന വഴിയാണോ ആവോ? ഐ, നാക്കില്ലത്ത് വെച്ചിരിക്കാൻ തോന്നുന്നു. ഇയാൾക്ക് നാക്കില്ലെന്ന് വെച്ച് ഈ ഉള്ളവന്റെ ഒരു ആഗ്രഹം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ആഗ്രഹമല്ല, എന്താ അതിന് പറയുക? ആ, ഒരിത് ഉള്ളത് പറയാലോ. ഈ മീശ മുളയ്ക്കാത്ത ചെത്ത് പിള്ളേരെ സ്റ്റൈലൊന്നും എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് ഇയാളെ വലിയ ഇഷ്ടാ. ഇഷ്ടമെന്ന് വെച്ചാ ഭയങ്കര ഇഷ്ടാ. ഈ കല്യാണം കഴിക്കുന്നൊരു ഇഷ്ടമില്ലേ, ആ ഇഷ്ടം. അല്ല, ഇയാൾക്കെങ്ങനെ എന്നോട്? എനിക്കിഷ്ടമല്ല. അയ്യേ, കളഞ്ഞു. കുളിക്കാൻ വരുന്നതിനും ബസ് സ്റ്റാൻഡിലുള്ളതിനെയൊക്കെ ദിവസം രാത്രി ഇഷ്ടപ്പെടാറുള്ളതല്ലേ? തൽക്കാലം അവരെയൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടാ മതി. അയ്യേ, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് കലശലായ പ്രേമം മൂത്തുപോയില്ലേ? ഇതൊരു നടക്ക് പോകുന്ന ലക്ഷണമില്ലല്ലോ. നേർച്ചക്കാശെന്ന് കടന്നുപോയി കൂതാശയ്ക്ക് പോകുന്ന ചില പള്ളിപ്പാതിമയുടെ സ്വഭാവമാണ് എനിക്കെന്ന് നീ വിചാരിച്ചോ? എന്റെ ആദർശപരമായ രാഷ്ട്രീയമാണ്. വാണിയംകുളം വിശ്വന്റെ 5 ലക്ഷം വാങ്ങി പൊന്നുരുത്തിലെ ജനങ്ങളെ ഒറ്റിക്കൊടുക്കണം. കോംപ്രമൈസ് ഇരു കൂട്ടർക്കും നല്ലതല്ലെന്ന് വിചാരിച്ച് എത്രടാ നിനക്ക് കമ്മീഷൻ? പണം വാങ്ങേണ്ട. കോംപ്രമൈസിന് സമ്മതിച്ച മാധവേട്ടന്റെ അറസ്റ്റ് ഒഴിവാക്കാം. കോംപ്രമൈസ്, വഴങ്ങൽ അല്ലെങ്കിൽ കീഴടങ്ങൽ ശീലിച്ചിട്ടില്ല മാധവൻ. പിന്നെ അറസ്റ്റ്, പോലീസ് സ്റ്റേഷനും കോടതിയൊന്നും മാധവന് പുത്തരിയല്ല. കൊല്ലം കുറെ ആയല്ലോ കൂടെ അടക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ടും മാധവനെ നിങ്ങൾ അറിയാൻ ശ്രമിച്ചിട്ടില്ല. കഷ്ടം. മിസ്റ്റർ മാധവൻ, യു ആർ അണ്ടർ അറസ്റ്റ്. വയലാർ മാധവനെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക. ഞങ്ങളുടെ സഖാവിനെ അറസ്റ്റ് ചെയ്ത് ഒരടി മുമ്പോട്ട് പണികളെ ജീപ്പ് നെഞ്ചത്ത് കൂടി കയറ്റി ഇറക്കണം. അരുത് പള്ളിപ്പാട. വാണിയംകുളം വിശ്വൻ ഇയാൾ കൊടുത്ത വാക്ക് പാലിക്കട്ടെ. DYSP കരിപ്പായി ആന്റണി
യജമാന സ്നേഹമുള്ള നായ. വണ്ടിയിലോട്ട് കയറ്. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സർ, അവർ വയലന്റ് ആകുന്നതിന് മുമ്പ് സഖാവ് മാധവനെ കോടതിയിൽ ഹാജരാക്കുന്നതല്ലേ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള ബുദ്ധി? ഉപദേശം വേണ്ട. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. സർ, ദയവായി സംയമനപരമായി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക. അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. തോക്കിനും ലാത്തിക്കും പണിയുണ്ടാക്കും സഖാക്കള്. സർ, പ്ലീസ്, സഖാവ് മാധവനെ കോടതിയിൽ ഹാജരാക്കണം. നോ സർ, ഞാൻ പറയുന്നത് നല്ല മനസ്സോടെ കേൾക്കണം. സഖാവ് മാധവനെ കാണണമെന്ന് ഈ നിൽക്കുന്ന ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ കാണിക്കടോ. മാധവനല്ല, മാധവന്റെ. താൻ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ ഇത്ര സമയത്തിനുള്ളിൽ മാധവനെ കോടതിയിൽ ഹാജരാക്കാവുന്നു? ഹാജരാക്കില്ലെന്ന് സാർ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? ഇവരോട് സംയമനം പാലിക്കാൻ പറയണം. എനിക്ക് സഖാവ് മാധവനെ കാണണം. സഖാവ് മാധവൻ ഇവിടെ ഇല്ല. പിന്നെ എവിടെ? എന്ത് സംഭവിച്ചു? എവിടെ ഒളിപ്പിച്ചു? എനിക്കറിയില്ല. എനിക്ക് ഡിവൈഎസ്പി ഒന്ന് കാണണം. സഖാവ് മാധവനെ അറസ്റ്റ് ചെയ്തിട്ട് 6 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ കോടതി ഹാജരാക്കിയിട്ടില്ല. കത്തോ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയണം. സഖാവിനെ എനിക്കൊന്ന് കാണണം. ചത്താൽ 24 മണിക്കൂറിനുള്ളിൽ ശവം കാണും. ജീവിച്ചിരിപ്പുണ്ടാൽ 24 മണിക്കൂർ കഴിഞ്ഞ് ആളെ കാണാം. ഇറങ്ങി പോകും. ഞാൻ വന്നത് സഖാവിനെ കാണാനാണ്. കണ്ടിട്ടേ പോവും. അത്ര നിർബന്ധമാണെങ്കിൽ നീ കണ്ടിട്ട് പോയാ മതി. ഇറങ്ങി പോണം. കളിച്ചോ നീ? എന്നോടുള്ള നിന്റെ കളി ലോൺ എടുത്ത കളിയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? 12 മണിക്കൂറിനകം മാധവട്ടം പുറലോകം കാണും. നീ ഏത് പാതാളത്തിൽ കൊണ്ട് ഒളിപ്പിച്ചാലും. വാക്ക് എന്റെയാ, ഭരതന്റെ. ഒരു രാവും പകലും ആ മാധവനെ കസ്റ്റഡി വയ്ക്കണം. അതെന്റെ ഒരു വാശിയാ. ചുമലക്കൊടിയും പിടിച്ചോണ്ട് ഇംഗ്ലാബ് ജാതികള് ശേഷം പഠിക്കല്ലേ. ഓ, ഈ സഖാക്കളുടെ ഒരു വർഗസ്നേഹേ അത് വല്ലാത്ത സൂത്രപ്പണി തന്നെയാ. കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ് എങ്ങനെ ഇരിക്കും അതുപോലെയാ. ഇയാളുടെ പാർട്ടിക്കാരുടെ ഇതൊക്കെ കണ്ടുപഠിക്കാൻ പറയടൂ. അല്ലാതെ പട്ടികൾ കടിപിടി കൂടും പോലെ. ആ മതി മതി. നമുക്കൊക്കെ ആണെങ്കിൽ ഇപ്പൊ കണ്ടകശനിയാ. മുഖ്യമന്ത്രിക്ക് പറയാം പെണ്ണുടെ അടുത്തെല്ലാം പെൺവാണിഭം ഉണ്ടെന്ന്. പക്ഷെ ഇപ്പൊ എന്റെ ഗതി ഇങ്ങനെയാ. ആ ഡിവൈഎസ്പി ഉണ്ടല്ലോ, ഹറാം പറഞ്ഞ പന്നി. 4 കാശ് കണ്ട അവൻ അപ്പം 4 കാലും പറിച്ച് അവിടെ വീഴും. സഖാക്കൾ കയറി ഒന്ന് വിരട്ടിയാ മതി. മാധവൻ എവിടെ ഉണ്ടെന്ന് അയാൾ മണി പോലെ പറയും. എവിടാ? അവിടെ
ഹലോ കൃഷ്ണ ഗുരുവായൂരപ്പ കസ്തൂരീ തിലകം ലലാടഫലകെ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും പോയിട്ട് എന്തായി മോളെ? പറ്റില്ല അച്ഛാ. ഇതിലെങ്ങനെയാ അച്ഛാ ഈ മണികളിട്ട് കെട്ടുക? ഡ്രസ്സാണെങ്കിൽ പിഞ്ചി കീറി. എല്ലാം കൂടി 5000 റുപ്യ വരുമെന്നാ മാഷ് പറയണേ. 5000 റുപ്യോ? ശിവ ശിവ, നൃത്തോത്സവത്തിനാണെങ്കിൽ ഇനി അധികം ദിവസവും ഇല്ല. ഇപ്പൊ എന്താ ചെയ്യാ? പണവുമില്ല, ആരോടും കടം ചോദിച്ചിട്ട് ശീലവുമില്ല. വേണ്ടച്ചാ, അച്ഛന്റെ മോൾക്ക് ഭാഗ്യമില്ലെന്ന് ആശ്വസിച്ചോളാം. ഈ കൊല്ലം മാത്രമല്ലല്ലോ, അടുത്ത കൊല്ലവും വരില്ലേ നൃത്തോത്സവം? കുത്തില്ല. എങ്ങനെ കുത്തുണ്ടാകും? നേരിട്ട് പൊന്നുരുത്തിയല്ലേ. തിരുവേനിയോ? കുറച്ച് ആസ്വാദനമാവാം. എന്താ? അയ്യോ വേണ്ട, ഒരു സഹായം ചോദിക്കാൻ വന്നതാ. ചുമ്മാ ചോദിക്ക് തിരുമേനി. കുറച്ച് ഉറുപ്പ്യ കടന്നെന്നാല് വൈകാണ്ടം കണ്ട് മടക്കി തരാം. അത്രേ ഉള്ളോ? പോയാ നെട്ടൂർ പെട്ടി എടുത്തോണ്ട് വാ. നെട്ടൂർ പെട്ടി പോ. തിരുമേനി ഒന്ന് വീശുന്നോ? നല്ല സാധനമാ. പിടി. അയ്യോ വേണ്ട. വേണ്ടേ? ശീലില്ല. വേണ്ടെങ്കി വേണ്ട. അനാവശ്യക്കാരനോട് ഇവന്റെ കാര്യത്തിൽ നിർബന്ധം പാടില്ലെന്നാണ് മദ്യപന്മാരുടെ ശാസ്ത്രം. മനസ്സിലായോ? നെട്ടൂർപ്പിട്ട് റെഡി. തുറക്കടാ. അയ്യോ ഇത് അധിക. ഒരു 5000 ഉറുപ്പ്യ മതിയായിരുന്നു. എനിക്ക് എണ്ണി കൊടുത്തൊന്നും ശീലമില്ല, വാരി കൊടുത്തിട്ടേ ഉള്ളൂ. അമ്മ തമ്പുരാട്ടിക്ക് ഭാഗം കിട്ടിയ വകയിലേ ഒരുപാടുണ്ടേ. ഭരതനെ ഇട്ടു മൂടി കുഴിച്ചിട്ടാലും പിന്നെയും ബാക്കി.
ആർക്ക് വേണ്ടി കരുതി വെക്കാനാ? തീരട്ടെ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ കുട്ടിക്ക് നൃത്തോത്സവത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടാക്കി തന്നതിന്. തിരുമേനി പറഞ്ഞത് അങ്ങോട്ട് വ്യക്തമായില്ല. നാളെ കലാമണ്ഡലത്തിൽ നൃത്തോത്സവമാണ്. ഗോപിക പങ്കെടുക്കുന്നുണ്ട്. ഇയാളുടെ മകള് കാമകല ആടിയില്ല എന്ന് വെച്ച് ഭൂമി തലകീഴ് പറയില്ല. അഹങ്കാരി. അവൾ ആരാന്ന വിചാരം? പത്മ സുബ്രഹ്മണ്യം അതോ ചിത്ര വിശ്വേശ്വരനോ? പോടാ. തിരുമേനി ഒന്ന് നിന്നേ. ഇയാളുടെ മകൾക്കൊരു ഭാവമുണ്ട്. അവളൊരു വെണ്ണ ചരക്കാണെന്ന്. അതിലെനിക്ക് രണ്ടു പക്ഷമില്ല. സ്ത്രീയുടെ ശരീര സൗന്ദര്യത്തിന്റെ അളവറിയോ തിരുമേനിക്ക്? 36, 24, 36. ആ അളവ് മകൾക്കുണ്ട്. സമ്മതിച്ചിരിക്കും. അല്ലാതെ ലാസ്യ കലയില് വട്ടപൂജ്യം. തന്നോട് പണം ചോദിച്ചു പോയി എന്ന അപരാധം മാത്രമേ ഈ പാവം ബ്രാഹ്മണൻ ചെയ്തിട്ടുള്ളൂ. ഗതികേട് കൊണ്ടാ. ആക്ഷേപിക്കരുത്. ഒരച്ഛനോട് പറയാവുന്നതിലും കേൾക്കാവുന്നതിലും പരിമിതികളുണ്ട്. അത് ഇയാള് മനസ്സിലാക്കണം. ഒഴിക്കടാ ഒന്നൂടെ. ഹൈദരാലി പറഞ്ഞൊക്കെ നീ കേട്ടില്ലേ? ഇവനിത് എന്ത് ഭാവിച്ചോണ്ടാ? എന്തിന് സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഒരുത്തിയുണ്ട്? ഇനിയിപ്പോ കതിരെ കൊണ്ട് വളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എത്തി വരുന്ന കാമശാസ്ത്രം എഴുതിയവൻ. ഞാനായിട്ടെല്ലാം പറഞ്ഞെന്നറിഞ്ഞാല് എന്റെ കാര്യം പോക്ക. അതുകൊണ്ട് സഖാവ് എന്നെ ഒന്ന് ഒഴിവാക്കിയേക്കണം. ഓക്കെ. ആഹാ, വരുന്ന മതിയാ. എന്താണ് രാവിലെ ആരെ ചെണ്ടോട്ടാൻ ഇറങ്ങിയത്? ഏയ് ഒന്നുമില്ല. മാധവേട്ടന്റെ ലക്ഷ്മി അടുത്തിന്റെ വിശേഷങ്ങളൊന്നറിയാൻ. പോ. ഞാനാ അവിടെ നിന്നാ മതി. ഈ പെണ്ണിന്റെ ശരീരത്തിന്റെ അളവ് പഠിപ്പിക്കാൻ നീ ആരാടാ? വാത്സ്യായനോ? അയ്യേ, ഇന്നലെ നടത്തിയ കൂത്തുവരങ്ങൊക്കെ ഞാൻ അറിഞ്ഞു. അവിവേകം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ആ തിരുമേനിയെ കണ്ട് മാപ്പ് പറയണം. സാധിക്കില്ലെന്നുണ്ടോ? തുറന്നു പറ, ഇല്ല ഞാൻ പറയാം. മാധവേട്ടൻ പറഞ്ഞത് അനുസരിക്കും ഭരത. ബ്രാഹ്മണ ശാപം നിഷ്ഫലമാവില്ല. മാപ്പ് പറഞ്ഞാൽ മാത്രം പോരാ, പ്രതിവിധിയും ചെയ്യണം. അതിങ്ങനെ തന്നെ. കേട്ടോ, അവളൊരു നല്ല കലാകാരിയാ. ഗതികേടിന്റെ പേരിൽ അർഹിക്കുന്ന അംഗീകാരം അവൾക്ക് കിട്ടാതെ പോകരുത്. ഇതൊരു ജോഡി ചെലങ്കയാ. ഇയാളുടേതാ. പണ്ട് നടനത്തിലൊക്കെ ലേശം കമ്പം ഉണ്ടായിരുന്നു. ഇനി ഇയാൾക്ക് എന്തിനത്? ഇത് തന്നെ ആ കുട്ടിക്ക് കൊടുക്കും. പിന്നെ തിരുമേനിയോട് മാപ്പ് പറയണം. മാധവേട്ടൻ വഴക്ക് പറഞ്ഞത് കുറച്ച് കടുത്തു പോയോ? താനൊരു കാര്യം ചെയ്യും, കൊണ്ട കേസ് കൊടുക്കും. അതോടെ വെക്കേ. ഇയാൾക്ക് കള്ളു കുടിക്കാനും വ്യഭിചരിക്കാനും ഉള്ള തറവാടല്ല ഇത്. ആ കെട്ടി താഴെ വെക്കാൻ. മകളുടെ ശരീരത്തിന്റെ സൗന്ദര്യശാസ്ത്രം മാത്രം വിവരിച്ചുള്ളോ അതോ കൂടെ കിടത്തി തരുമെന്ന് കൂടി ചോദിച്ചോ? ചോദിച്ചിട്ടുണ്ടാവും. അതൊരച്ഛന് മകളോട് പറയാൻ പറ്റില്ലല്ലോ. ഇതിന്റെയൊക്കെ അനുഭവിക്കും. അനുഭവിച്ചില്ലെങ്കിൽ ഈശ്വരന്മാരില്ല. അരുത് കുട്ടിയെ, അരുത്. വായിന്ന് വീഴുന്ന വാക്കും എറിയുന്ന കല്ലും തിരിച്ചെടുക്കാനാവില്ല. മാപ്പാക്കണം. അപേക്ഷയാണ്. ഇതിനു മുമ്പ് ഭരതനെ ധരിച്ചിരിക്കുന്നത് കള്ളുകുടിക്കാണ്. ഇപ്പോ കാലും മുഖവും കഴുകാൻ, ശരീരശുദ്ധിക്ക് വേണ്ടി. മനസ്സും ശരീരവും ശുദ്ധി വരുത്തി കഴിഞ്ഞു. ഓർക്കണം. ചിലങ്കയും വസ്ത്രങ്ങളുമാണ്. ഇതണിഞ്ഞ് ഗോപിക നൃത്തമത്സരത്തിൽ പങ്കെടുക്കണം. ഇത് സ്വീകരിക്കണം. എന്റെ ഒരു മനസ്സമാധാനത്തിന്. ക്ഷമിച്ചുവെന്ന് മനസ്സിന് ഉറപ്പുവരുത്താൻ. ഇയാളുടെ ചിലങ്ക കെട്ടി ഈ ഗോപിക നൃത്തം ചവിട്ടില്ല. അന്തിക്കൂട്ടിനെത്തുന്ന ഓരോരുത്തന്മാരുണ്ടല്ലോ, അവളുമാർക്ക് കൊണ്ട് കൊടുക്ക്. ആ മനസ്സമാധാനമൊക്കെ മതി. ഗോപിക, ഇയാളിത് കൊണ്ടുവന്നുണ്ട്. അതാ ഞാൻ വലിച്ചെറിയണോ? നീ എറിയില്ല. എറിഞ്ഞാ നീ അറിയും ഭരതനെ. ഭൂമിയോളം താഴ്ന്നു, പിന്നെ പാതാളത്തോളം. എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ ചിലങ്ക കെട്ടി നീ ആടണം. ആടും. പൊന്നുരുത്തി സംഭവത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വരാൻ പോണെന്ന് അറിഞ്ഞല്ലോ സഖാവേ. അങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. പാർട്ടിയെ ബാധിക്കോ? പ്രത്യേകിച്ച് സഖാവിനും ഭരതനും. അന്വേഷിക്കാൻ വരുന്ന ജഡ്ജിയുടെ വൈഭവം പോലെ ഇരിക്കും സത്യങ്ങളെ നോക്കിക്കാണല്.
വാണിയംകുളം വിശ്വന്റെ കറൻസിക്കും കള്ളിനും പെണ്ണിനും മുന്നിലെ ചമ്രം പടഞ്ഞിരിക്കുന്നവനായിരിക്കും അന്വേഷണത്തിന് വരുന്നത്. അങ്ങനെയൊന്നും ഇല്ലടോ. ആ AKG ഇതിനൊക്കെ അടുത്തു വരികയല്ലേ സഖാവേ, എന്തെങ്കിലും പരിപാടികളൊക്കെ വേണ്ടേ? അനുസ്മരണ പരിപാടിയുണ്ട്. അതിന് വിപുലവും വിശാലവുമായിട്ട് നടത്തണോ വേണ്ട എന്ന് നിങ്ങളൊക്കെ കൂടി തീരുമാനിക്കുക. തീരെ മോശമാക്കാൻ പറ്റില്ലല്ലോ. ഒരു ഉഗ്രൻ പ്രകടനവും സമ്മേളനവും AKG നഗറിൽ സംഘടിപ്പിച്ചാലോ? സംഭവം കൊള്ളാം, അതിന് പണം വേണ്ടേ? പണം എത്രയാന്ന് വെച്ചാൽ ഞാൻ തരാം സഖാവേ, പക്ഷെ പരിപാടി ഭംഗിയാക്കണം. ഇവിടെ ആരും ഇല്ലെന്നാ തോന്നുന്നേ. കുടിച്ച് ഫിറ്റായി അകത്ത് കിടക്കുന്നുണ്ടാവും. ഒന്ന് പോടി. ചേച്ചിക്കെന്താ വല്ലാത്തൊരു സെന്റിമെന്റ്സ്? ആവശ്യമില്ലാത്തൊന്നും പറയണ്ട കേട്ടോ. ഒന്ന് വിളിച്ചു ചോദിച്ചു നോക്കിയാലോ? ആരും ഇല്ല ഇവിടെ, ആരും ഇല്ല. ഇതെന്താ ഇപ്പൊ ഇവിടെ? വെറുതെ ഉടക്കാനാണെങ്കിൽ വേണ്ട കേട്ടോ. ആളിപ്പോ ഡീസന്റ് ആയിക്കൊണ്ടിരിക്കുക. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം എന്നാണല്ലോ. ഇവിടുത്തെ തമ്പുരാനൊന്ന് മുഖം കാണിക്കണല്ലോ. അത് വേണോ? വെറുതെ എന്തിനാ ഒരു കശപിശ? കള്ളുകൂടി നിർത്തി വരുന്നു. ജെങ്കിലപ്പി സുൾ സുൾ സുഡാപ്പി കംപ്ലീറ്റ് ക്ലോസ് ചെയ്തു. അയ്യോ, ഇങ്ങോട്ടുള്ള പെണ്ണുങ്ങളുടെ ഒഴുക്ക് കുറഞ്ഞ താൻ വീണ്ടും ചെണ്ട എടുക്കേണ്ടി വരുമല്ലോ. ഗോപികെ, മനുഷ്യനെ വെറുതെ വല്ലണ്ടാക്കരുത്. ഈ കരയിലുള്ള കംപ്ലീറ്റ് പടക്കങ്ങളായിട്ട് പുള്ളിക്കാരന് നേരിട്ട് ബെസ്റ്റ് കണക്ഷൻസാ. എവിടെ തമ്പുരാൻ? കാണണോ? ആ കുളക്കടവിലുണ്ട്, വാ. നിങ്ങളോട് നിൽക്ക്, ഞാൻ സാങ്ഷൻ മേടിക്കാം. തമ്പുരാനെ, രണ്ടുപേർ മുഖം പഠിക്കുവാൻ വന്നിരിക്കുന്നു. മുഖം കാണിക്കുവാനായി വന്ന് നിൽക്കുന്നു. എന്താ കാര്യം എന്ന് ചോദിച്ചില്ല? എന്നാ ചോദിച്ചു കൊടുക്കടാ. എന്താ കാര്യം? കാര്യം പറയാനുള്ളത് തന്നോടല്ല. എന്താണാവോ വരവിന്റെ ഉദ്ദേശം? കളിയാക്കണ്ട. നൃത്തോത്സവത്തിന് എനിക്കാ ഫസ്റ്റ്. പ്രൈസായി കിട്ടിയതാ ഈ സർട്ടിഫിക്കറ്റും മെമന്റോയും ഒക്കെ. ഇത് മുഴുവൻ സ്വർണ്ണാണോ? പത്രത്തിലെ ഫോട്ടോയും വാർത്തയും കണ്ടിരുന്നു. എന്നാലും ഞങ്ങളുടെ ചേച്ചിക്ക് ഒരു കൺഗ്രാജുലേഷൻ പറഞ്ഞൂടെ? ആ, കൺഗ്രാജുലേഷൻ. എന്റെ വക രണ്ടെണ്ണം ഈ പറഞ്ഞത്. ചടങ്ങ് കഴിഞ്ഞല്ലോ, മടങ്ങ്. എനിക്ക് അല്പം തിരക്കുണ്ട്. എന്ത് തിരക്ക്? എടാ, തിരക്കുണ്ട്. അതെ, ഞങ്ങളൊരു കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. ഈ അറബിക്കടലിലെ വെള്ളം മുഴുവനും ഒറ്റ ലിറ്റർ കൊണ്ട് അളന്നു കൊടുത്തേക്കാവുന്നത്. വന്നത് തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കണം. ചിലങ്കയും വസ്ത്രങ്ങളുമാ ഇത് തിരിച്ചേരാൻ കൂടിയാ വന്നത്. അതൊന്നും വേണ്ട, മനസ്സോടെ തന്നതാ. ദയവായി തിരിച്ചു തരരുത്. ഒന്ന് ചിരിച്ചോണ്ട് സംസാരിച്ചാലെന്താ? പലപ്പോഴും ചിരിക്കാൻ മറന്നുപോകും. അതാ മോളെ ഭരതൻ. എന്നാ ഞങ്ങൾ വരട്ടെ. ഈ സന്ധി സംഭാഷണങ്ങൾ ഉടമ്പടികളൊക്കെ ഭംഗിയായി അവസാനിച്ചതുകൊണ്ട് എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് പോയാ പോരെ? ഇല്ലെങ്കിൽ വിസ്തരിച്ചൊരു ബിരിയാണി ചോറൊക്കെ കഴിച്ചിട്ട്. ഒന്നും വേണ്ട ഹൈദരലി, അച്ഛൻ വഴിയിലേക്ക് കണ്ണും നട്ടിരിപ്പുണ്ടാവും. വരട്ടെ. പോകുന്നത് ബെസ്റ്റ് കക്ഷിയെ കാണാനല്ലേ? കക്ഷിട്ടാ പോലെ വളഞ്ഞില്ലേ എന്നൊരു ശങ്ക. ഭാഗ്യവാൻ. പെണ്ണായി കാണുന്നതെല്ലാം പെണ്ണല്ലടാ, അവളാണ് പെണ്ണ്. മോളോ, ചേച്ചി ഇരുന്ന് കളിക്കാണോ? വിശേഷനില്ലേ? ഉണ്ട്, ഞാൻ ഇപ്പൊ വിളിക്കാം. ഇരിക്കേ. നമുക്ക് കളിക്കാം. പൗഡർ ഇല്ലാണ്ട്. അങ്കിൾ, മലയാളത്തിൽ എത്ര അക്ഷരം ഉണ്ട് അങ്കിൾ? ടോട്ടലായിട്ട് അതറിയാഞ്ഞിട്ടല്ലേ അങ്കിൾ ഈ പത്രം നടത്തുന്നത്. ആ ശശിയോ, പതിവ് തെറ്റിച്ചില്ല അല്ലേടാ? അങ്ങനെ അങ്ങ് പതിവ് തെറ്റിക്കാൻ പറ്റുമോ മുതലാളി? ഇന്ന് ബോൾഡായി ഒരു 3 കോളം. ക്യാപ്ഷൻ കേൾക്കണ്ടേ? രതി ക്രീഡ. മുളകി വന്നേ, അകത്ത് പോ. ചെല്ല്. വലിയ ബഹുമാനമൊന്നും വേണ്ട, ഇരിക്കേ. തെക്കുംകൂർ കൊട്ടാരത്തിൽ ഭരതഗോപികമാരുടെ രതിക്രീഡകൾ. ഭരതനെയും ആ നമ്പൂരി പെണ്ണിനെയും ചേർത്തൊരു കാച്ച്. എങ്ങനെയുണ്ട് മുതലാളി? വായിച്ചു നോക്ക്. കൊച്ചു മുതലാളി വായിക്കും. സംഗതി കൊള്ളാം, പക്ഷെ അവനെടുത്തിട്ട് ചളുക്കരുത്, പറഞ്ഞേക്കാം. എന്നെയോ? ഈ ശശിയെ തൊട്ടാ ഭരതനെ ഒറ്റയടിക്ക് ഞാൻ മലർത്തും. താനല്ലേ? എന്നാ ഞാൻ ഇറങ്ങുവാ. പിന്നെ പോണ വഴിക്ക് വാണിയംകുളം ബാറിൽ കയറി ഒരു 3 എണ്ണം കഴിക്കും. ഏറിയാൽ 6. പിന്നെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ഒരു ഫുള്ള്. കാശ് കൊടുക്കില്ല. ഉടുപ്പും മുണ്ടും ഊരി വെപ്പിക്കില്ലെന്ന് മുതലാളി ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണം. ഉപകാരസ്മരണയായി കണക്കാക്കിയാ മതി. ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാം. എടാ നഗജ, ഒന്ന് വായിച്ചേ. തെക്കൻകൂർ കൊട്ടാരത്തിൽ ഭരതഗോപികമാരുടെ രതിക്രീഡകൾ.
ഇറങ്ങടാ. ഞാൻ ഇറങ്ങണോ? വേണ്ടേ? ഈ ശശിയെ പോലുള്ള ചീട് കേസിനെ പിടിക്കാൻ തമ്പുരാൻ ഇറങ്ങണ്ട. ഞാൻ പൊക്കിയെടുത്തുന്നതാ. ഓക്കെ. ഈ പത്രക്കാരൻ ശശി ഇവിടെ വന്നിരുന്നു. പത്രക്കാരൻ ശശിയല്ലേ അവിടെ ഇരിക്കുന്നു? ഈ ഹിന്ദുസ്ഥാൻ ശശിധരൻ പിള്ള തെറ്റിയാ, ഭൂലോക തെറ്റിയാ. മഞ്ഞപ്പത്രം ആരാ നോക്കി പേടിപ്പിക്കുന്നോടാ ഈ ത്രിപിൾ തങ്ക് ശശിയെ? എന്താ എന്റെ കണ്ണട നീ നശിപ്പിച്ചു അല്ലേ? പുതിയ കണ്ണട വാങ്ങി മേശപ്പുറത്ത് വെച്ചിട്ട് അരി വറുത്താ മതി. ബാക്കി കൂടി നീ അരി വറുത്തു അല്ലേ? കമ്മീഷണറെ, കമ്മീഷണറെ വിളിയടാ. കമ്മീഷണറെ വിളിക്കുന്നില്ല. ഇപ്പൊ വിളിയടാ കമ്മീഷണറെ. ആരെയും വിളിക്കുന്നില്ല. നിനക്കറിയില്ലടാ ഈ ശശി ആരാണെന്ന്. കൈ ചൂണ്ടാതടാ. അയ്യോ കമ്മീഷണറെ, കമ്മീഷണറെടാ, കമ്മീഷണറെ. ഭരതം പറഞ്ഞുകൊണ്ട് ഓക്കെ. മുണ്ടെടുക്കടാ. അതും ഭരതം പറഞ്ഞുകൊണ്ട് ഓക്കെ. നീയാണോടാ ഈ പോക്കരത്തിനെ ചെയ്തത്? ആണോടാ? അറിയാതെ പറ്റിയ അബദ്ധ. കൊല്ലരുത് ഭരത. നാളെ നിന്റെ ഹിന്ദുസ്ഥാൻ പത്രത്തിൽ തിരുത്തി എഴുതണം. എഴുതിക്കോളാവേ, 100 വട്ടം എഴുതിക്കോളാം. അല്ലെങ്കിൽ എന്ത് പറ്റും? അല്ലെങ്കിൽ ചവിട്ടി എന്റെ സുനാമണി പൊട്ടിക്കും. ഇനി ഞാൻ പോയിക്കോട്ടെ. പോവാൻ വരട്ടെ. ഹൈറാലി അതിങ്ങടാ. നീ ഏത് പാർട്ടിക്കാരനായിരുന്നടാ? കമ്മ്യൂണിസ്റ്റ് ആയിരുന്നേ. ലീഡറുടെ മകന്റെ കാശ് കണ്ടപ്പം ഞാൻ പാർട്ടി മറന്നുപോയി. ക്ഷമിക്കണോ? അതിങ്ങോട്ട് കൊടുക്ക്. പിടിക്കടാ. വിളിക്കടാ സിന്ദാബാദ്. സിന്ദാബാദ്. ശരിയല്ല. ശശിയുടെ പാർട്ടി സിന്ദാബാദ്. സഖാവ് വയലാർ മാധവൻ സിന്ദാബാദ്. പോരാ പോരാ, മുഷ്ടി ചുരുട്ടി വിളിയടാ. അങ്ങനെ നിർത്താതെ വിളിച്ചോണ്ട് നടക്കടാ. വിളിക്കടാ. ഇവിടെ വണ്ടി ഇത് കൊള്ളാവില്ല. ശശിയരാ എന്താ ഇത്? ഓടോ എടാ. ഒരു സഹാവിനെ കേറിയാണോടോ എടാ പോടോ എന്ന് വിളിക്കുന്നത്? റാസ്കൽ, ഇഡിയറ്റ്, തെണ്ടി. എടോ വാണിപക്കാരാ, ഇയാളോട് കുറച്ച് നാളായി ഞാൻ 2 വർത്തമാനം പറയണമെന്ന് വിചാരിച്ചിട്ട്. താൻ എന്ന് മുതലാടോ വലിയ കൊണാണ്ടറായത്? കോഴിക്കോട് പാളയം മാർക്കറ്റിൽ ഷെഡിയും ബ്രേസിയറും വിറ്റ് നടന്നിരുന്ന താൻ ആ തങ്ങളെ സോപ്പടിച്ച് പാർട്ടി കയറിപ്പറ്റി MLA ആയി, മന്ത്രി വരെയായി. ഇപ്പൊ തങ്ങളും ആചാര്യം നയിക്കുന്ന ആ നല്ലൊരു പാർട്ടിയെ കുത്തുവാള എടുപ്പിക്കാൻ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലോ. പാർട്ടിക്കാര് തന്നെ കല്ലെറിഞ്ഞു കൊല്ലാത്തതേ വീട്ടിലുള്ളവരുടെ ഭാഗ്യം. ശശിരാ അത് ശരി. തെക്കുംകൂർ കൊട്ടാരത്തിൽ ഭരതഗോപികമാരുടെ രതിക്രീഡകൾ. ഏതായാലും ഈ പത്രത്തിൽ ശശിധരൻപിള്ള എഴുതിയിരിക്കുന്ന മുഴുവൻ ഞാൻ അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിഞ്ഞാൽ മതി. ആ ഗോപികയോടുള്ള ഒടക്കും ബഹളവും ഒക്കെ കേട്ടപ്പോഴേ എനിക്ക് സ്മെല്ലടിച്ചതാ. പ്രേമത്തിന്റെ തുടക്കം ഇങ്ങനൊക്കെ തന്നെയാ. അത് തനിക്ക് എങ്ങനെ അറിയാം? അതിപ്പോ സത്യം പറയണം, നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടമാണോ? എനിക്ക് ആ പിശാചിനെ കണ്ണി കാണുന്നത് തന്നെ കലിയ. ഉള്ളതങ്ങ് പറഞ്ഞാല് കാര്യം എളുപ്പത്തിൽ സാധിച്ചു തരാം. അയ്യേ, എന്ത് കാര്യം? ഇതെന്താ വല്ല കാറ്റും മനസ്സിലായടാ? നമുക്ക് ആ തിരുമേനെ കണ്ടൊന്ന് ആലോചിക്കാം, അല്ലേ മാധവേട്ടാ? ആലോചിക്കാം.
എന്താണോ? നമ്മുടെ മകനായി ഭരതൻ ഈ വീട്ടിലേക്ക് കയറി വരുന്നത് ഞാൻ കണ്ടു. സ്വപ്നം. സ്വപ്നമല്ല, യാഥാർത്ഥ്യം. അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങൾ 5 സഖാക്കൾ തെക്കങ്കൂർ പാലത്തിൽ ഒളിവിലായിരുന്നു. ആരാ? കോഴിക്കോടുന്നാ. മാധവ സഖാവില്ലേ അകത്ത്? ഒരു കത്തുണ്ട്. കോഴിക്കോട് നിന്നും വന്ന സഖാവാ. പോലീസിന് ഈ സ്ഥലം സംശയമുണ്ടത്രേ. ഉടനെ ഞാൻ കോഴിക്കോട്ടേക്ക് പോണം. പോകുവാണ്, ഒരു യാത്ര പോലും പറയാതെ. പോണം. 3 മാസമായി എന്റെ ഉള്ളിലൊരു കുഞ്ഞ് വളരുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ തിരിച്ചു വരും. ജീവൻ ബാക്കിയുണ്ടെങ്കിൽ കാത്തിരിക്കുക. എന്തെങ്കിലും സംഭവിച്ച കുഞ്ഞാമ്പൂ ഉണ്ടാവും. കുഞ്ഞാമ്പൂ? ഭർത്താവായിട്ടല്ല, സംരക്ഷകനായിട്ട്. ഒളിവിൽ നിന്ന് പുറത്തു വന്ന് ഞാൻ ലക്ഷ്മിയെ കാണാനായി എത്തി. അപ്പോഴേക്കും അവൾ വിവാഹിതയായി കഴിഞ്ഞിരുന്നു. ഭർത്താവ് കുഞ്ഞാമ്പൂവും. ഈശ്വര. അതുമാത്രമല്ല, ഭരതന്റെ പിതൃത്വം കുഞ്ഞാമ്പു സ്വയം ഏറ്റെടുത്തു. സത്യം ഭരതനോട് തുറന്നു പറയുന്നതല്ലേ നല്ലത്? കൊല്ലും ഞാൻ, കുത്തി മലത്തും. തന്തയ്ക്ക് പിറക്കാത്തവൻ, ജാരസന്തതി. കേട്ട് ഭരതന്റെ ചെവിട് തകർന്നു. മാധവനെ വിടില്ല ഞാൻ. നീ എന്നെ കളിപ്പിക്കാൻ വേണ്ടി പറയലടാ. മാധവേട്ടനെ നിനക്ക് കൊല്ലാൻ പോയിട്ട് വാക്കുകൊണ്ടൊന്ന് വേദനിപ്പിക്കാൻ പോലും കഴിയില്ല എന്ന് എനിക്കറിയാൻ മേലേ. ഭരതൻ പ്രവർത്തിക്കുന്ന വാക്കേ പറയൂ. മാധവനെ ഞാൻ കൊല്ലും. കൊല്ലുവടാ, കൊല്ലും. നിനക്ക് എങ്ങനെ ഇത്ര മനസാക്ഷിയില്ലാതെ തുടങ്ങാൻ കഴിയടാ? ഒരു കാര്യം ചെയ്യും, മാധവേട്ടനെ കൊല്ലും മുമ്പ് നീ എന്നെ കൊല്ലും. കൊല്ലടാ. എന്റെ തന്തയ്ക്ക് വേണ്ടിയത് വയലാർ മാധവന് വേണ്ടി. ഞാൻ കാത്തിരിക്കായിരുന്നു. ഇയാൾക്ക് 2 അതിഥികളുണ്ട്. തിരുമേനി. ഗോപിക അറിയാലോ, ഇവളെ നിന്നെ ഏൽപ്പിക്കാൻ വന്ന തിരുമേനി. എനിക്ക് ചുറ്റും ശത്രുക്കളാ, അതുകൊണ്ട് ഇവന്റെ സംരക്ഷണം ഉണ്ടേ. തിരുമേനി ഭയപ്പെടണ്ട. 2 പേരുടെയും വിവാഹം അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞ് എല്ലാ ചുമതലകളിൽ നിന്നും ഭരതനെ ഒഴിവാക്കി സ്വതന്ത്രനാക്കി തരാം.
പോരെ പിന്നെ ഈ ആപ്പീസി വെച്ച് ഒരു ചെറു ചടങ്ങ്, കല്യാണ നിശ്ചയം. അതിനിവർ അന്യോന്യം ഓരോ മാല ഇടുന്നു, അത്രമാത്രം. കല്യാണം നമുക്ക് ഗംഭീരമായിട്ട് നടത്താം. എന്താന്ന് വെച്ചാ മാധവന്റെ തീരുമാനം പോലെ. ഈ മാല ഗോപികയുടെ കഴുത്തിലേക്കിട്ടെ. ധൈര്യമായിട്ടിടറോ. ഒരാളും കൂടി വേണ്ടതായിരുന്നു, പാർവതി. രണ്ടാളും മാധവന്റെ പാദം തൊട്ട് വന്നിക്കുക. ഭരതാ, നീയും ആ കാൽ തൊട്ട് വന്നിക്കുക. അവനിതങ്ങോട്ട് സത്യമാണെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമസ്കാരം. നമസ്കാരം. ഒന്നും കൂടി മുറുക്കി ചോട്ടുള്ളൂ, അല്ലെങ്കിൽ വേണ്ട. ഇയാൾ എന്നെ തങ്ങിട്ട് എന്താണോ ഒരു ഗുണം. ഞാൻ എന്നും അങ്ങയുടെ വിധേയനായിരിക്കും. അങ്ങയുടെ ഔദാര്യമാണല്ലോ ഈ യൂണിഫോം. കൂടെ നിന്നവർ നന്ദികൾ കാട്ടിയവരാണ് കൂടുതൽ. കാല് കഴുകി തന്നവർ കാലുവാരിയ അവസ്ഥ. ഒന്ന് ബലത്തിൽ പിടിക്കണം. നമസ്കാരം. നമസ്കാരം. പിന്നെ പണ്ട് ക്ലിഫ് ഹൗസിന്റെ പിന്നാമ്പുറത്ത് തലയുറഞ്ഞിരുന്ന നിങ്ങൾക്ക് ഇപ്പോ ആ നശനാനി പുണ്യാളന്റെ ഗ്രൂപ്പിനോടാണ് പ്രിയമെന്ന് എനിക്കറിയാം. അതെന്താ ലീഡർ ഒരുമാതിരി ഉടക്ക് വർത്താനം പറയുന്നത്? ലീഡറുടെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തിയിട്ടുള്ളത് ലീഡറുടെ ആൾക്കാർ തന്നെയാ. ഞങ്ങൾ അന്ന് ലീഡറുടെ കൂടെ ആയിരുന്നു. കോഴിക്കോട്ട് വാഴുന്ന ഓപനപുത്രനെ കൈവെള്ളയിൽ സൂക്ഷിക്കുന്നത് ഞങ്ങളാ. അതെ അതെ. അല്ലേലും ലീഡർക്ക് ഇപ്പോ കണ്ടകശനിയാ. 1000 പൂർണ്ണേന്ദ്രന്മാരെ കണ്ടിട്ടും ശതാഭിഷേകം കഴിഞ്ഞിട്ടും ഗുരുവായൂരപ്പൻ വരെ തടഞ്ഞില്ലേ? എടോ അമ്മാജി, ഗുരുവായൂരപ്പനുമായി പഴയ അടുപ്പത്തിലാണ്. ഞങ്ങൾ തമ്മിൽ തെറ്റിയെന്ന് പറഞ്ഞു നടക്കുന്നത് പാവം പ്രതിപക്ഷങ്ങളാ. അല്ലാതെ നമ്മൾ തമ്മിൽ പ്രശ്നമുണ്ടാക്കാൻ പറഞ്ഞതല്ല. ഈയിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ലീഡറുടെ വാക്ക് നാക്കും തന്നെയാ. അരമനയിലെ മെത്രാന്മാരോട് വിശ്വാസികളുടെ വോട്ടിന്റെ ശതമാനത്തിന്റെ കണക്ക് ചോദിച്ചതിന്റെ ബുദ്ധിമുട്ടും പ്രയാസവും ഇപ്പോഴും തീർന്നിട്ടില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ വിധാതാവെന്ന് എഴുതിയ അതേ പത്രക്കാർ തന്നെ ഇപ്പോ എഴുതുന്നത് ആ പൊളിറ്റിക്കൽ ത്രിമൂർത്തിയെ രാഷ്ട്രീയ വനവാസത്തിന് അയക്കണമെന്നാ. അല്ല, ഞാനൊന്നും പറയുന്നില്ല. താനൊന്നും പറയണ്ട. ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്ന് ഞാൻ നിശ്ചയിക്കും. എനിക്കും ആ കസേരയിൽ ഒരു 13 ദിവസമെങ്കിലും ഇരിക്കണം. അതെന്റെ ഒരു വാശിയാണ്. എന്റെ പൊന്നു ലീഡറെ, അത് നിങ്ങളുടെ രാഷ്ട്രീയം. എനിക്ക് പറയാനുള്ളത് ബിസിനസ്സാ. പിന്നെ ഞാനും ഇദ്ദേഹവും കൂടി പൊന്നുരുത്തിൽ വാറ്റിയ കള്ളച്ചാരായമാണ് കോഴിക്കോട്ടെ ചില ബാറിൽ നിറം കലക്കി വിറ്റത്. വിഷുവിന് നഷ്ടം 1ഉം 2ഉം അല്ല, കോടികളാ കോടികള്. മാധവന്റെ നെകളിപ്പൊന്ന് അവസാനിപ്പിക്കണം. അതിനുള്ള റിസ്ക് എങ്കിലും ലീഡർ ഒന്ന് ഏറ്റെടുക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ വല്ല കടുങ്ങുകയും ചെയ്യും. എടോ വിശ്വൻ, എനിക്ക് റിസ്ക് എടുക്കാനൊന്നും പറ്റില്ല. എനിക്ക് ഡൽഹി വരെ ഒന്ന് പോണം. ഇയാളെ തൊഴിൽ അപകടം ചെയ്യും. ആ മന്ത്രി പി കെ കൃഷ്ണമായി താൻ തെറ്റിയതിന്റെ ഫലമായിട്ടാ പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് 100 ചില്ലാൻ ബാറിൽ സ്പിരിറ്റ് പ്രദർശിപ്പിച്ചത്. അവിടുന്ന് ചാരായ ഊറ്റി വിറ്റതിന്റെ ഗുണം കിട്ടിയത് പോലീസുകാർക്കും. എന്റെ പൊന്നേ, ഈ പോലീസുകാർക്ക് കാശെന്ന് ഒറ്റ ചിന്തയുള്ളൂ. എന്നാ പോയി വല്ല ബാങ്ക് കൊള്ളടിക്കാൻ പോകാൻ പറ്റും. കാര്യമായി സംസാരത്തിൽ നടക്കാ തന്റെ ഒരു തമാശ. ആ മാധവനെ അതിനുള്ള വഴി എന്താണെന്ന് ആലോചിക്ക്. അങ്ങ് ഡൽഹിയിൽ പ്രതിഷ്ഠിക്കാൻ നരസിംഹത്തെ കൊണ്ടുവരികയും പിന്നെ അദ്ദേഹത്തെ പുറത്താക്കാൻ ബീഹാർ സിംഹത്തെ കൊണ്ടുവരികയും ചെയ്തല്ലോ. അങ്ങ് തന്നെ ഇതിനൊരു പോംവഴി ഉണ്ടാക്കി പറഞ്ഞു തരണം. നാളെയല്ലോ മലയോര കർഷകർ കേന്ദ്ര ഓഫീസുകൾക്ക് മുമ്പിൽ വെച്ച് റബ്ബർ വില്ലേജിനെതിരെ പ്രതിഷേധിക്കുന്നത്? അതെ സാർ. പ്ലാനിങ് എന്താന്ന് വെച്ചാൽ തുറന്നു പറ. അത് പരമരഹസ്യം. എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണ ഉത്തരവാദിത്വം വിശ്വനും മമ്മാലിക്കുട്ടിയും ഏറ്റെടുക്കണം. സമാധാനപരമായിട്ട് പോവുകയാണ് കാര്യങ്ങളെങ്കിൽ ഞാൻ പൂർണ്ണ പിന്തുണ നൽകും. അത്താഴപൂജയ്ക്കുള്ള സമയമായി. ഞാൻ വരട്ടെ. തീരെ സമയമില്ല. ജയ് ഹിന്ദ്, ജയ് ഗുരുവായൂരപ്പ.
അതെടുത്ത് എന്നാ വലിച്ചു കയറ്റ്. വീര്യം പോരല്ലോടാ. കോട ഇറക്കി ശരിയായില്ലല്ലേ? അളവും കുറവാണല്ലോ. ഓ എന്റെ പൊന്നു തമ്പുരാനെ, തമ്പുരാൻ പറഞ്ഞ ആപ്പിള്, മുന്തിരി, കറുകപ്പട്ട, കോഞ്ഞാട്ട എല്ലാം ഇട്ടിട്ടുണ്ട്. ബാറ്ററി ഇട്ടില്ലേ? ബാറ്ററി ടോർച്ചിന് വിളിച്ചാൽ അതിനകത്ത് എടുത്തിട്ട്. ആ വെട്ടി വിഴുകുന്നതൊക്കെ കൊള്ളാം. പരിസരബോധം വേണം. എടാ മോനെ ഹൈദരലി, ഭരതന്റെ വിവാഹ നിശ്ചയത്തിന്റെ ആഘോഷം കുറച്ച് അടിപൊളിയാകട്ടെ എന്ന് കരുതിയല്ലടാ ഇതൊക്കെ വാറ്റി കുടിക്കുന്നത്. അല്ലെങ്കിൽ വല്ല ബാറിലും പോയാ പോരെ. എടാ ജീവിതത്തിന് ത്രില്ലൊക്കെ വേണ്ടേ? പിന്നെ തീർച്ചയായും വേണം ഒരു ത്രിൽ. ഇപ്പോഴാണടാ നീ ഒരു നല്ല വാറ്റുകാരനാണെന്നുള്ള വിവരം എനിക്ക് മനസ്സിലായത്. അപ്പൊ കുട്ടാ, ഈ കൊടവും കോപ്പും കോസടിയൊക്കെ എടുത്ത് ഇവരുടെ തലയിലോട്ട് വെച്ചു കൊടുക്ക്. ദേഷം വരെ ഒന്ന് നടക്കട്ടെ. 10 ആള് കാണട്ടെ മാന്യന്മാരുടെ തിരു സ്വഭാവം. എടുത്തു വെക്ക്. വെക്കടാ. എടുത്ത് വെക്കണ സാറ് പറഞ്ഞു കേട്ടില്ലേ? നിന്നോടും കൂടി ചേർത്താ പറഞ്ഞു. അതങ്ങ് പറഞ്ഞാ പോലെ. എടുത്ത് വെക്കടാ, ജോലി ഉണ്ടാക്കാതെ. എന്റെ മാമയുടെ മുഖം വണ്ടിക്കാതിരിക്കണ്ട. ആഹാ എന്ത് ഒരു കുഴപ്പമില്ലടാ. നീ ആ കുടവോട് നേരെ വെച്ചു. ഹലോ ചൂടാവല്ലേ? ചുമ്മാ പോയിട്ട് വരാം. പാർവതിയെ, ഭരതൻ എവിടെ? ഊണെടുത്ത് വെക്ക്. ചോദിച്ചു കേട്ടില്ലെന്നുണ്ടോ? ഇവർക്കും വേണം. ആദ്യം ചോദിച്ചതിന് ഉത്തരം പറ, എന്നിട്ട് മതി ഊണും ഉറക്കമൊക്കെ. നന്നാവില്ലടോ, നന്നാവില്ല. അതിനുള്ള പോക്കല്ലേ. ഉദ്ദേശ വഴിയെ പോയില്ലേ, പോയ വഴി അടിക്കുക. പോലീസുകാര് ഉപദ്രവിക്കുമോ മാധോട്ടാ? ഏയ്, കേസ് കള്ളമാറ്റല്ലേ. സർക്കാർ ഡിസ്ട്രിക്ടറിയുടെ MD ആക്കാനാ സാധ്യത. പിന്നെ ഒരു സന്തോഷത്തിന് വേണ്ടി പോലീസുകാരുടെ വക 2 ഉമ്മയും. മാധവേട്ടന് ഒന്ന് സ്റ്റേഷനിൽ വിളിച്ച് പറയായിരുന്നില്ലേ? ജാമ്യത്തിലിറക്കാൻ വക്കീലിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഈശ്വരാ, ഇപ്പോഴാ ആന്തരം നടങ്ങിയത്. ഇങ്ങോട്ട് വരട്ടെ. 2 എണ്ണം മുഖം അടച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി. എന്തിനാ പറയുന്നേ? പ്രവർത്തിക്ക്. കരണക്കുറ്റി നോക്കി 2 പൊട്ടിയിൽ വെച്ചു കൊടുക്ക്. ആ ഗോപിക അറിഞ്ഞിട്ടുണ്ട് എന്താ സ്ഥിതി? പാവം കുട്ടിയാ. എന്തിനാ ഭരതേട്ട ഇങ്ങനെയൊക്കെ കാണിക്കണത്? അതിനിപ്പോ ഇവിടെ ഭൂമി ഇടിഞ്ഞു വീണോ? ചേടാ, ഇത് നല്ല കൂത്ത്. കള്ളച്ചാരായം മാറ്റി പോലീസുകാർ പിടിച്ചോണ്ടുപോയി. അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് ലോകത്ത് ആദ്യമായിട്ട് നടക്കുന്ന സംഭവമൊന്നും അല്ലല്ലോ. ഭരതേട്ടൻ എന്നെ കുറിച്ച് എന്താ ആലോചിക്കാത്ത? ഒരുപാട് വികൃതികൾ കാണിച്ചു കൂട്ടുന്ന ഭരതേട്ടന് ഗോപിയും വികൃതി കാട്ടാനുള്ള ഒരാളായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതറിയണം എനിക്ക്. ഇത് വലിയ ഏടാകൂടെ ആയല്ലോ. ഇനി പെണ്ണേ, നിന്റെ കാര്യത്തിൽ ഭരതൻ ചെരച്ച് കയറ്റി. ഇനി യുദ്ധകാലടിസ്ഥാനത്തിൽ പുറംകാലിന് അടിച്ചു പൊളിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോവല്ലേ? എല്ലാം ഒന്ന് അവസാനിപ്പിച്ചൂടെ? ആരെ തോൽപ്പിക്കാനാ? സ്വയം തോൽക്കുകയാണെന്ന് അറിയാനുള്ള ബുദ്ധി ഉണ്ടായാൽ മതിയായിരുന്നു. ഭരതേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ ആവണേ? അറിയില്ല, ഞാൻ ഇങ്ങനെയായിപ്പോയി. ഇതാണ് ചീമേനി ഭരതൻ. ഭരതേട്ട, ഗോപിയുടെ ഭരതൻ ഇങ്ങനെയൊന്നും ആവണ്ട. ഇതൊന്നും ഗോപിക്ക് കണ്ടും കേട്ട അനുഭവം ഇല്ലാഞ്ഞിട്ടാവും. ഒരു അമ്പലവാസി പെണ്ണിന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനാവും. അയ്യേ, എന്താ ഇത്? നിനക്ക് വാക്കും മോഹം തന്നുപോയല്ലോ എന്നൊരു കുറ്റബോധമായിരിക്കെ. ഭരതന്റെ ഉള്ളില് നിറഞ്ഞ പകയാ. പക.
ഇങ്ങോട്ടൊന്നും കാണാനേ ഇല്ലല്ലോ. ഗോപികയെ കിട്ടിയതിന്റെയാ? മൂപ്പർക്ക് ഭരതനെ ദിവസം ഒരിക്കലെങ്കിലും കണ്ടില്ലെങ്കിൽ ആകെ വിഷമാ. മുഖമൊക്കെ ഉഷ്ണിച്ചിട്ടാണല്ലോ, മുടിയൊക്കെ പാറിപ്പറന്ന്. ഒന്ന് വൃത്തിയായി നടന്നാലെന്താ? ആ, ദേ അകത്തിരുന്ന് എഴുതുന്നുണ്ട്. ചെന്ന് മുഖം കാണിക്കേ, ഞാനിപ്പോ വരാം. ഞാൻ ഈ മാറ്റർ ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ, നാളെ അയച്ചു വെക്കാനുള്ള. ആ ഇരിക്കടോ, താൻ അടുത്തുള്ളപ്പോ വല്ലാത്തൊരു സുരക്ഷിതത്വ ബോധമാണ്. ഒരു സഖാവിന്റെ വൈകാരികതയ്ക്കും വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിനുമൊക്കെ പാർട്ടി ചില മാനദണ്ഡങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും ലംഘിക്കപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം. നാം എത്ര തന്നെ ശ്രമിച്ചാലും എന്റെ മാധവനെ കൊല്ലരുത്, എനിക്ക് ആരും ഇല്ലണ്ടാവും. സാരമില്ല, ഒന്നും സംഭവിച്ചില്ലല്ലോ. അച്ഛനോടുള്ള പകയാ, എല്ലാം അവരോട് തുറന്നു പറയണം. വേണ്ട മാധവേട്ട, ഭരതനെ ഇനി നമുക്ക് കാണണ്ട. അങ്ങനെ മകനും വേണ്ട. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ അവൻ നമുക്ക് നഷ്ടപ്പെടില്ല ഒരിക്കലും. നിനക്കെന്നെ കൊല്ലണോ? കൊന്നോ? എനിക്കറിയാം നിന്റെ മനസ്സിൽ ചങ്ങല കിടക്കുന്നൊരു ഭരതനുണ്ട്. ചിലപ്പോ ആ ചങ്ങല പൊട്ടിക്കാറുണ്ട്. ആ ഭരതനെ ഇല്ലാതാക്കാൻ ഞാൻ എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടത്? പറ. കൊല്ലണമെങ്കിൽ കൊല്ലാം. നിന്റെ അമ്മേ ലക്ഷ്മിഭായി തമ്പുരാട്ടിയെ മാധവൻ ചതിച്ചിട്ടില്ല. സത്യം, എവിടെയോ ഒരു തെറ്റുണ്ട്. അതെന്റേതല്ല. കുഞ്ഞാമ്പുന്റെ ആണെന്ന് ചോദിച്ചാൽ അതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അറിയാൻ ശ്രമിച്ചിട്ടില്ല മാധവൻ. ആ തെറ്റാവാം നിന്റെ ഉള്ളിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഭരതൻ. കൊല്ലാൻ നിനക്കെന്നെ വാടക കൊലയാളി പോലെ തക്കം പാർക്കേണ്ടതില്ല. സമരാഗ്നിയിൽ പരുവപ്പെട്ട മനസ്സായത്. ഭയമില്ലൊന്നിനും. അന്ന് ഗഫൂറിനെ കൊന്നപ്പോ നിന്നെ ഞാൻ കൊല്ലാതെ വിട്ടത് മകനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാ. സ്നേഹിച്ചുപോയി. വെറുക്കാനാവില്ല. നിന്നോട് എന്തും പൊറുക്കാനേ അച്ഛന് കഴിയൂ. കരഞ്ഞു തീർക്കെല്ലാം. മനസ്സൊന്ന് ശാന്തമാകട്ടെ. പോകാം. അച്ഛൻ പോയിക്കോളൂ, ഞാനിവിടെ നിന്ന് കിടന്നോട്ടെ. സ്വസ്ഥമായി ഉറങ്ങണം എനിക്ക്. എന്തിനാടാ പാതിരായി കിടന്ന് നരി പോകുന്ന പോലെ പോകുന്നത്? ആരേലും കാൽനടക്കാരുണ്ടോന്ന് അറിയാനാ.
ഭരത 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 മാധവേട്ട മരിച്ചു. ആരും ഇന്നലെ രാത്രി പുഴയിലിട്ട് വെട്ടിക്കൊന്നതാ. കൂടെ രാഘവനും ഉണ്ടായിരുന്നു. അയാളെ കാണാനുമില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മാധവേട്ടന്റെ ശവം ഇപ്പൊ വീട്ടിൽ കൊണ്ടുവന്ന് കാണും. അവിടെ എന്തിനാണ് നീ കൊടുഞ്ചേരി ചെയ്തേ? എന്റെ മാധവട്ടിനെ കാണാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. പോടാ പോടാ എന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോടാൻ. ഹൈദരാലി, അതേടാ ഹൈദരാലി, എന്നടാ ഞാൻ കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചില്ലടാ. ക്ഷമിച്ചാലാടാ നീ. ഞാൻ നിന്നോട് കൂടില്ലടാ, ഞാൻ നിന്നോട് കൂടില്ല. കൊല്ലുകൊള്ളാന്നില്ലേ അവൻ. ഹൈദരാലി വിട്. ചോരക്കുഴി ഒറ്റ കൊടുക്കുകയായിരുന്നു. അവനെ കൊണ്ടത് പറയിക്കണം. എല്ലാവരും നിന്നെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. തൽക്കാലം നീ പോവാൻ 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 പോടാ. സഖാവ് വയലാർ മാധവൻ ഇനി ചരിത്രത്തിന്റെ ഏടുകളിൽ മാത്രം. അല്ലേടോ കരിപ്പായി? പിന്നല്ലാതെ. ഇനി ഒരു എൻക്വയറി കമ്മീഷൻ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇനിയെല്ലാം തന്റെ കയ്യിൽ ഭദ്രമായിരിക്കും. ഞാൻ ഏറ്റുമമ്മാലി. എന്തെങ്കിലും പറഞ്ഞ് ആരെങ്കിലും നമ്മുടെ ആരുടെയെങ്കിലും പേര് പറഞ്ഞാൽ ആ പറഞ്ഞവന്റെ നട്ടെല്ലാം അടിച്ചോടിക്കണം. നട്ടല്ലല്ല, നാവ് ഞാൻ ചവിട്ടിപ്പിഴും. വാടാ. ആ സഖാവ് മാധവന്റെ സംസ്കാര ചടങ്ങ് ഒന്നും ഒതുങ്ങുണ്ടായോ? എന്തായാലും ആ ഒരു തലവേദന അങ്ങ് ഒഴിഞ്ഞു. അങ്ങനെ നമ്മൾ വീണ്ടും പൊന്നുരുത്തിയിൽ വാറ്റി തുടങ്ങുന്നു. പൊന്നുരുത്തി പൊന്നും മദ്യവിപണിയെ ചൂട് പിടിപ്പിക്കുന്നു. പിടിപ്പിച്ചോ. പക്ഷേ പഴയ 40% ഉണ്ടല്ലോ. അതെന്നെ വർത്തമാനമാണോ? ഒരു ചീഞ്ഞമത്തിക്ക് വില പറയുന്ന പോലെ. ഞാനെന്താ റിസർവ് ബാങ്കോ നോട്ടടിക്കാൻ? എടോ വിശ്വം, ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു വലിയ റിസർവ് ബാങ്കാ. ലോകത്ത് ഡിപ്പോസിറ്റ് ഇല്ലാതെ പണം എടുക്കാവുന്ന ഏക സ്ഥാപനം. എന്നാലും നമ്മൾ തമ്മിൽ വേണം വേണ്ടേ? പിന്നെ എടോ, ബിസിനസ് വേറെ, ചങ്ങാത്തം വേറെ, രാഷ്ട്രീയം വേറെ. മമ്മാലിക്കുട്ടിയുടെ പോളിസി അതാ. ഓ, എന്ത് പണ്ടാറ വരെയല്ലോ ഒലത്ത്. എടാ തങ്കച്ച, എന്തോ ഇന്ന് രാത്രി നമ്മൾ പൊന്നുരുത്തിൽ വാറ്റി തുടങ്ങണം. അതിനുള്ള കോട, കീട, ചട്ടി, കല, മാങ്ങാത്തുലി ഒക്കെ ഇറക്കിക്കോ. ഓക്കെ. എടാ രാഘവ, രാഘവോ, വിശ്വസിക്കുന്നവരെ ഞങ്ങൾ ചവിട്ടി താഴ്ത്താറില്ല. പറഞ്ഞ തുകയുടെ ബാക്കി തരാനുള്ള ക്യാഷ് 1,00,000 രൂപ. കണ്ടോ ഗാന്ധി ഇത് കണ്ടോ? അവസാനം നമ്മൾ ഒപ്പിച്ചെന്ന് പറഞ്ഞേക്കല്ലേ. ഇതും കൊണ്ടുപോയി നീ എവിടെയെങ്കിലും ഒളിച്ചു താമസിക്കും. ഒരു ചായ എടു. കടുപ്പത്തി വേണേ. ചാല ചമ്മന്തി തന്നെ.
പറഞ്ഞത്? തുടങ്ങിയിട്ടേ ഉള്ളൂ. ചോരയും ജീവനും കൊണ്ടുള്ള കളി, അതാണ് ഭരതന്റെ സ്റ്റൈല്. ലാൽ സലാം. പ്രിയ സഖാക്കളെ, സഖാവ് മാധവേട്ടൻ ഇരുന്ന് ഈ കസേരയിൽ ഇരിക്കാൻ അനുവാദം തന്ന ആശീർവദിച്ച നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് നന്ദിയുണ്ട്. നമ്മളെ സ്നേഹിച്ചിരുന്ന സഖാവ് മാധവേട്ടനോടുള്ള ആദരസൂചകമായി നാം ഇന്നൊരു കൂട്ടായ തീരുമാനം കൈക്കൊള്ളണം. സഖാവിന്റെ കൊലപാതകത്തിന് പിന്നിലുള്ളവരെ വെളിച്ചത്ത് കൊണ്ടിരുന്നവരെ നമുക്ക് വിശ്രമം ഉണ്ടായിരിക്കുന്നല്ല. സഖാവ് വയലാർ മാധവന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക. സഖാവ് വയലാർ മാധവന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക. വാണിയംകുളം മിഷനോടെ കള്ളമാറ്റം അവസാനിപ്പിക്കുക. എന്തെങ്കിലും സംഭവിച്ചാൽ
കുറ്റവാളികളെ പോലീസിന് വിട്ടുതരിക. നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്. ഭരതൻ, ഞാൻ പറയുന്നത് കേൾക്ക്. ജുഡീഷ്യറി തീരുമാനിക്കട്ടെ കുറ്റവാളികൾക്കുള്ള ശിക്ഷ. ജുഡീഷ്യറിയെ വിലക്കെടുക്കാൻ ക്രിമിനൽസിന് കഴിയും. തെളിവുകളില്ലേ ധാരാളം. അയോധ്യയിൽ പള്ളി പൊളിച്ചപ്പോൾ AC മുറിയിൽ കിടന്നുറങ്ങിയ പ്രധാനമന്ത്രി ഭരിച്ച നാടല്ലേ ഭാരതം. ഈ നൂറ്റാണ്ട് കണ്ട മഹാഗുരുവിനെ വെറുമൊരു പ്രതിമയാക്കി മാറ്റി. നല്ല ഉദ്ദേശത്തോടെ സ്ഥാപിച്ച ആശ്രമം കലാപഭൂമിയാക്കിയില്ലേ? ഇതിനെതിരെ എന്ത് നിലപാടെടുത്തു ജുഡീഷ്യറി? എനിക്കറിയാൻ എന്ത് ചെയ്യണമെന്ന്. വേണ്ട.